السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وسلم وبارك وعلى آله وأصحابه. أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل من سوء بلى إن الله عليم بما كنتم تعملون. فادخلوا أبواب جهنم خالدين فيها فلبئس مثوى المتكبرين. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا. للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين. جنات عدن يدخلونها تجري من تحتها الأنهار لهم فيها ما يشاءون كذلك يجزي الله المتقين. الذين تتوفاهم الملائكة طيبين يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. മഹാന്മാരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സിദ്ധാപുരത്തെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകരും മുഹിബ്ബീങ്ങളുമായ സഹോദര സഹോദരിമാരെ, ഇങ്ങനെ ഒരു അവസരം ഇവിടെ സാധ്യമായതിൽ അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. ആരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും അവരുടെ കുടുംബത്തിലും മക്കളിലും ജീവിതത്തിലും നാളെ ഖബറിലും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മഹത്തുക്കൾ ദീനിന് സേവനം ചെയ്തു പോയ ഒരു നാടാണിത്. നമ്മുടെ ഉമർ ഫൈലി ഉസ്താദിൻ്റെ അമ്മോശനായിരുന്ന ഉസ്മാൻ ഹാജി അവറുകൾ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഒക്കെ ഖബർ ജീവിതം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരൊക്കെ ദീനിന് ചെയ്ത സേവനങ്ങൾ അല്ലാഹു 10 മടങ്ങ് അല്ലാഹു വലിയ അമലുകളായി റബ്ബ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൊടകിലേക്ക് ഇങ്ങനൊരവസരം 2024 മാർച്ച് 2 സാധ്യമാകാൻ വളരെയധികം പരിശ്രമിച്ച എൻ്റെ സുഹൃത്ത് നൗഫൽ ഹുദവിയെ മറക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലാണ് ഇങ്ങനൊരു അവസരമുണ്ടായത്. കുറച്ച് മുമ്പ് വേറെ എവിടെയോ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നിരുന്നു, ഞാൻ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി.
എടപ്പലം വന്ന് അവിടെ മൈക്കൊന്നും ശരിയാവാത്തതിൻ്റെ പേരിൽ എനിക്കൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ആ സങ്കടം ഒന്ന് തീർക്കണം എന്നുണ്ട്. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 997-ോ 8-ലോ ഗദ്ദികെ മടികേരിയിൽ വന്നതാണ് കൊടകിൽ ആദ്യമായി വന്നത്. ഒരുപാട് വർഷങ്ങളായി. പിന്നീട് ഇങ്ങോട്ടൊന്ന് വരാൻ അവസരം അതിൻ്റെ ഇടയ്ക്കൊരു 8 വർഷം മുമ്പ് നമ്മുടെ ഉറൂസൊക്കെ നടക്കുന്ന എരുമാട് വന്നിരുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വളരെ വലിയൊരു ശക്തി കേന്ദ്രമാണ് സിദ്ധാപുരം പരിസര പ്രദേശങ്ങളൊക്കെ. അള്ളാഹു ഈ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കട്ടെ. നമ്മുടെ ഉലമാഇന് സാദാത്യങ്ങൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം എന്നിവരും സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസുണ്ട്. ഹദീസു മുആദ് എന്നാണ് അത് അറിയപ്പെടുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്രയിലാണ്. നബി തങ്ങൾ വിളിച്ചു, യാ മുആദ്. മുആദേ, അതിന് നഅം എന്ന മറുപടി പറയാം, അതേ എന്ന്. പക്ഷേ മുആദ് എന്നവർ കൊടുത്ത മറുപടി വളരെ മനോഹരമാണ്. ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലബ്ബൈക 2 തവണ ഞാൻ ഉത്തരം നൽകുന്നു നബിയെ. വസഅദൈക, അങ്ങയുടെ വിളിയിൽ ഞാൻ 2 തവണ സന്തോഷിക്കുകയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. വീണ്ടും നബി തങ്ങൾ വിളിച്ചു, യാ മുആദ്. മുആദേ, ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. എന്താ നബി എന്നോട് പറയാനുള്ളത് പറഞ്ഞു തരൂ. വീണ്ടും നബി തങ്ങൾ വിളിച്ചു, യാ മുആദ്. മുആദേ, ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക. 3 തവണ വിളിച്ചപ്പോൾ മനസ്സിലായി ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. അവിടുന്ന് പറയാൻ തുടങ്ങി, മാ മിൻ അബ്ദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. മുആദേ, ഒരു കാര്യം മനസ്സിലാക്കണം. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും ഖാലിഖും ബദീഉമായ അല്ലാഹു ജല്ല ജലാലുഹു ആരാധിക്കപ്പെടാൻ ആരുമില്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നവർ, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണ്, അല്ലാഹുവിന്റെ അടിമയാണ്, ദൈവപുത്രനല്ല, ദൈവമല്ല, അല്ലാഹുവിന്റെ അബ്ദാണ്, റസൂലാണ് എന്ന് ഖൽബ് കൊണ്ട് ആരെങ്കിലും ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അള്ളാഹു ആ മനുഷ്യരെ, ആ ശരീരങ്ങളെ മുഴുവൻ നരകത്തിന് ഹറാമാക്കും. അവർ നരകത്തിലേക്ക് പോകുന്നവരല്ല എന്ന് പറഞ്ഞപ്പോ, യാ റസൂലല്ലാഹ് അലാ ഉഖ്ബിറു ബിഹന്നാസ് ഫയസ്തബ്ശിറൂ. നബിയെ, ഈ സന്തോഷവാർത്ത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെയോ? അവർക്ക് സന്തോഷമാവുമല്ലോ, അവർ ആനന്ദിക്കട്ടെ, അവരൊന്ന് സന്തോഷിക്കട്ടെ, ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ പറയണ്ട, ഇദൻ യത്തകിലൂ. അവരെല്ലാവരും ആ ഒരൊറ്റ ഷഹാദത്ത് ചൊല്ലി മിണ്ടാതിരുന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചു പോകും. ഒരു കർമ്മങ്ങളും ചെയ്യാതെ അവരങ്ങ് നിന്നുപോകും. അതുകൊണ്ട് ഇപ്പൊ പറയണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഫഅഖ്ബറ ബിഹാ മുആദുൻ ഇൻദ മൗതിഹി തഅസ്സുമാ. മുആദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ലോകത്തോട് വിളിച്ചു പറയുന്നത് മരണം ആസന്നമായ നേരത്ത്. മുആദ് എന്നവർ വഫാത്താകുന്ന 34-ാമത്തെ വയസ്സിലാണ്. 34-ാമത്തെ വയസ്സിൽ, കൊച്ചുനാളിൽ, ചെറുപ്പത്തിൽ ഒരു യുവാവായിരിക്കെ വഫാത്തായ ഹബീബിന്റെ സ്വഹാബിയാണ്. സയ്യിദ് ഉലമാഇന്റെ പണ്ഡിതന്മാരുടെ നേതാവെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. തഅസ്സുമൻ, അറിഞ്ഞ ഒരു ഇൽമ് പറയാതെ മറച്ചു വെച്ചാൽ അതിന് കുറ്റം കിട്ടുമല്ലോ എന്ന് പേടിച്ച് മരിക്കുന്ന സമയത്ത് പറഞ്ഞു. മുആദ് എന്നവർ വഫാത്താവുമ്പോൾ ഇങ്ങനൊരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
ആരെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞാൽ, എന്ന് സാക്ഷ്യം വഹിച്ചാൽ അവർക്ക് സ്വർഗമാണ്. എന്താണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം? നമ്മൾ ഒന്നും വെറും ഒരു കർമ്മവും ചൊല്ലാതെ കലിമ ചൊല്ലിയിരുന്നാൽ സ്വർഗം കിട്ടുമെന്നതിന് അർത്ഥമുണ്ടോ? എന്താണ് ഹദീസിന്റെ അർത്ഥം? നമ്മളതാണെന്ന് ചർച്ച ചെയ്യാൻ പോകും. റമളാൻ വന്നിരിക്കുകയാണ്. റമളാൻ വെളിപ്പാടകലെ ബറാഅത്തിന്റെ രാവ് കഴിഞ്ഞുപോയി. ഇനിതാ ഏതാനും ദിവസങ്ങളാണ് വിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ വിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ പൂർണ്ണമായ അജ്റുകളും സവാബുകളും കരസ്ഥമാക്കത്തക്ക വിധം അല്ലാഹുവേ ഞങ്ങൾക്ക് അമല് കൊണ്ട് മുന്നേറാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാനിന്റെ മധുരം നുണയാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഇത് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ബിഹാ ഖാമത്തിസ് സമാവാതു വൽ അർദ്. ആകാശലോകങ്ങൾ നിലനിൽക്കുന്നത് ഈ ഒരൊറ്റ വചനത്തിന്റെ പേരിലാണത്രേ. എന്താണ് ഇതിന്റെ മഹത്വങ്ങളെന്ന വഴി നമുക്ക് വിവരിക്കാനുണ്ട്. ഹബീബായ നബിയുടെ ചില ഹദീസുകളെ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹുവിന്റെ കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖു മഅനാഹാ എന്നൊരു കിതാബുണ്ട്. ഇബ്നു റജബുൽ ഹംബലി മദ്ഹബുകാരനായ പ്രഗൽഭനായ പണ്ഡിതൻ. അദ്ദേഹം ഈ ഹദീസുകളെ വിവരിച്ചുകൊണ്ടൊരു വലിയ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ ആ കിതാബിന്റെ ഒരു സംഗ്രഹമാണ് ഇൻഷാ അല്ലാഹ്. കുറഞ്ഞ സമയം ഫൈസി ഉസ്താദ് പറഞ്ഞു 10:15 നമുക്ക് നിർത്തേണ്ടി വരും. കാരണം സമയം 10 മണി വരെയാണ് നമ്മുടെ പെർമിഷൻ ഉള്ളത്. പിന്നെ സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മോട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ദുആഇന് നേതൃത്വം കൊടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മാനിച്ചുകൊണ്ടൊരു 10:15 ഇൻഷാ അല്ലാഹ് വഅദ് നിർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുമുണ്ട് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും. ഇന്നല്ലാഹ ഹറമ അലൻ നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും ബോധിപ്പിക്കാനോ ആരുടെ മുമ്പിലും രക്ഷപ്പെടാനോ നേടിയെടുക്കാനോ ഒന്നുമല്ല. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദാത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹറമ അലന്നാർ, അല്ലാഹു നരകത്തിന്റെ മേൽ അവരെ ഹറാമാക്കിയിരിക്കുന്നുവെന്ന് പുണ്യനബി പറയുന്ന ഹദീസ് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടത് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം എന്നിവരും സ്വഹീഹൈനിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്. ഇത് വളരെ മനോഹരമായ ഹദീസ്. റഹിമ അൻഫു അബീ ദർരിൻ എന്ന മഹാനവറുകൾ ചേർത്തി പറഞ്ഞൊരു ഹദീസ്. രണ്ടും ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖ് അലൈഹി ആയ ഹദീസുകളാണ്. റസൂലുള്ളാഹി തങ്ങൾ, ഹബീബായ തങ്ങൾ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പറഞ്ഞൊരു ഹദീസ്. മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറയുകയും ثم مات على ذلك, ആ വിശ്വാസത്തിലായി മരിക്കുകയും ചെയ്താൽ ഇല്ലാ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമുക്ക് സ്വർഗ്ഗപ്രവേശനം നൽകട്ടെ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന വഅഇദ്നാ മിനൻ നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കേണമേ, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? സാധാരണക്കാരെ പറയുന്ന പോലെ എന്തും ചെയ്യാം, കലിമയിൽ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരല്ലേ, അങ്ങ് രക്ഷപ്പെട്ടു പോകും എന്നതിനർത്ഥമുണ്ടോ? എന്താണ് ഈ ഹദീസിന്റെ സാരം? അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേൾക്കുമ്പോൾ മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറയുകയും ثم مات على ذلك, അങ്ങനെ ആ ഒരവസ്ഥയിൽ അയാൾ മരിക്കുകയും ചെയ്താൽ ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുമെന്നുറപ്പാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയോട് പറഞ്ഞു വഇൻ സനാ വഇൻ സരിഖ്, ആ മനുഷ്യൻ മോഷണം ചെയ്താലും സ്വർഗ്ഗത്തിൽ കടക്കുമോ നബിയേ? കലിമ ചൊല്ലി മരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ വ്യഭിചരിച്ചാലും അയാൾക്ക് സ്വർഗ്ഗമുണ്ടോ? ഖാല, പുണ്യനബി പറഞ്ഞു വഇൻ സനാ വഇൻ സരിഖ്, അവൻ മോഷണം ചെയ്താലും വ്യഭിചരിച്ചാലും. അബൂദർ വീണ്ടും ചോദിച്ചു, നബിയേ, അങ്ങ് പറഞ്ഞത്
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ ചൊല്ലുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ സ്വർഗമുണ്ടെന്നല്ലേ. വഇൻ സനാ വഇൻ സരിഖ്, ആ മനുഷ്യൻ വ്യഭിചാരം ചെയ്താലും മോഷണം ചെയ്താലും അങ്ങനെ തന്നെയാണോ? ഖാല, പുണ്യനബി പറഞ്ഞു, വഇൻ സനാ വഇൻ സരിഖ് വഇൻ സനാ വഇൻ സരിഖ് വഇൻ സനാ വഇൻ സരിഖ്, അവൻ മോഷണം ചെയ്താലും വ്യഭിചരിച്ചാലും മോഷണം ചെയ്താലും വ്യഭിചരിച്ചാലും എന്ന് 3 തവണ പറഞ്ഞു. 4ാമത്തെ തവണ നബി തങ്ങൾ പറഞ്ഞു, അലാ റഗ്മി അൻഫി അബീ ദർറിൻ, ഞാൻ ഈ പറയുന്നത് അബൂദറിന് ഇഷ്ടമായില്ലെങ്കിൽ പോലും അല്ലാഹു സ്വർഗം കൊടുക്കും. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയുകയാണ്, വഇൻ റഗിമ അൻഫു അബീ ദർറിൻ, അബൂദറിന്റെ മൂക്ക് മണ്ണിൽ ഉരസിയാൽ പോലും, അതായത് അബൂദറിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അല്ലാഹു അത് ചെയ്തിരിക്കും. അബൂദറേ, അല്ലാഹു അത് ചെയ്യും. ഏത് പാപം ചെയ്തവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും, അല്ലാഹു സ്വർഗം നൽകും എന്ന് പറയുന്ന ഹദീസാണിത്. ഈ ഹദീസുകളെ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി തആല അലൈഹി കലിമത്തുൽ ഇഖ്ലാസ് വതഹ്ഖീഖു മഅനാഹ, ഈ ഹദീസുകളെ മാത്രം കൊണ്ടുവന്ന് മഹാനവറുകളുടെ കിതാബ് രചിച്ചിരിക്കുകയാണ്. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോഴേ നല്ല രസം തോന്നുന്ന ഹദീസുകളാണ്. കാര്യമായൊരു പണിയെടുക്കേണ്ട എന്നൊക്കെ തോന്നിപ്പോകും. അതിൻ്റെ അർത്ഥം അങ്ങനെയുണ്ടോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു ഹദീസ് കൂടെ പറയട്ടെ. ഉബാദത്തു ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹറമഹുല്ലാഹു അലന്നാർ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുകയും ആ ഷഹാദത്ത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ അവരെ അല്ലാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കുന്നതാണ്. വേറെ റിവായത്തിലുണ്ട്, വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻ, പുണ്യനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലും അബ്ദുമാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല, റൂഹുല്ലാഹി വകലിമതുഹു ഈസാ അലൈഹിസ്സലാം അള്ളാഹിന്റെ ദാസനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു കുൻ എന്ന വാക്കുകൊണ്ട് മറിയം ബീവിയുടെ ഗർഭത്തിലേക്ക് റൂഹൂദിയ, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റൂഹൂദിയ റബ്ബിന്റെ കലിമത്താണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, വഅന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ് സ്വർഗ്ഗം സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, ആ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ എന്തോ ആകട്ടെ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് പുണ്യനബി പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഈ ഹദീസുകളെ മഹാനവറുകൾ വിവരിക്കുകയാണ്. ഈ ഹദീസ് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും നരകം തൊടാതെ അവർ സ്വർഗ്ഗത്തിൽ കടക്കും എന്നതിനർത്ഥമില്ല. ചെയ്തുപോയ തെറ്റുകൾക്ക് ശിക്ഷ തീരെ ഉണ്ടാവാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്നതിനർത്ഥമില്ല. പിന്നെയോ കലിമത്തു ഷഹാദ, നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ അമല് നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ ഉറപ്പിക്കലാണ്. സ്കെപ്റ്റിക്കുകളായി, സംശയരോഗികളായി തൗഹീദിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഷഹാദത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളും ചർച്ചകളും ആരോപണങ്ങളും ഇസ്ലാമിനെതിരെ ചെളിവാരിയെറിയുകയും ചെയ്യുന്ന ആളുകളുടെ വാക്കുകളും യൂട്യൂബ് ക്ലിപ്പുകളും കേട്ടിട്ട് ഈമാനിന് തുരങ്കം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സമയമാണിത്. ഈമാൻ ഖൽബിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് മുവഹിദ്. തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ചവരാണ്. എന്നാൽ അവരും തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിക്കുന്നതിന് വിരോധമില്ല, നമ്മൾ മനുഷ്യരാണ്. പക്ഷേ നമ്മുടെ അഖീദ, നമ്മുടെ ഈമാനിൽ ഒരിക്കലും ഒരു അണു ഇഞ്ച് അനക്കം സംഭവിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ പ്രപഞ്ചത്തിന്റെ അധികാരി നീയാണ്. ഈ പ്രപഞ്ചത്തെ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഒരു ബിഗ് ബാങ് ആണ് പ്രപഞ്ചത്തിന്റെ തുടക്കമെങ്കിൽ ആ ബിഗ് ബാങ് നടക്കാൻ കാരണമായ സബബ് റബ്ബേ നീ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് അൽ മുസബ്ബിബുൽ അവ്വൽ, ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സൃഷ്ടിപ്പിന്റെയും പ്രൈം റീസൺ, പ്രൈം കോസ് എന്ന് പറയുന്നത് അല്ലാഹുവേ നിന്റെ ഇടപെടലാണ്. ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം.
നിന്റെ പരിശുദ്ധരായ അമ്പിയാക്കന്മാർക്ക് ഖാത്തിമുൻ നബിയിനായി വന്ന ലോകത്തിന്റെ ഗുരുവാണ്. അല്ലാഹുവേ, നീ സൃഷ്ടിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട സഫ്വത്തുൽ ഖൽഖാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന അവിടുത്തെ റസൂൽ. ആ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നീ എന്താണോ അല്ലാഹുവേ ഞങ്ങളോട് അറിയിക്കാൻ തിരുനബിയോട് പറഞ്ഞു കൊടുത്തത്, ആ റിസാലത്താണ് ഞങ്ങൾക്ക് നബി തങ്ങൾ പറഞ്ഞു തന്നത്. അവിടുന്ന് നുണ പറഞ്ഞിട്ടില്ല. അവിടുന്ന് സ്വാദിഖുൽ മസ്ദൂഖ്, അങ്ങേയറ്റം ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ്വർത്തി. പുണ്യനബി തങ്ങളോളം സത്യസന്ധത പാലിച്ചൊരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞിട്ടില്ലെന്നാണ്. കാരണം ഹബീബായ നബി തങ്ങൾ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും, ഇസ്രാ മിഅ്റാജ് പോലെയുള്ള അത്ഭുതങ്ങൾ അവർ കളിയാക്കുമെന്നറിഞ്ഞിട്ട് പോലും ഉമ്മത്തിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ, അല്ലാഹു നൽകുന്ന അറിവുകൾ ഒരിക്കലും നബി തങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. വമാ ഹുവ അലൽ ഗൈബി ബിദനീൻ വമാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം ഫഅയ്ന തദ്ഹബൂൻ. ഇങ്ങനെയൊരു സത്യസന്ധമായ മെസ്സേജ് നിങ്ങളുടെ മുമ്പിലുണ്ടായിട്ട് എങ്ങോട്ടാണ് കൂട്ടരെ നിങ്ങൾ സ്കെപ്റ്റിസത്തിലേക്ക് പോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ എയ്തീസത്തിലേക്ക് പോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? സത്യസന്ധമായ വചനങ്ങളും സത്യസന്ധമായ ഹബീബായ നബിയുടെ റിസാലത്തും നിങ്ങൾക്ക് ലഭിച്ചിരിക്കെ എന്താണ് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, പുണ്യനബി തങ്ങൾ പറയുമായിരുന്നു, നഫഅതുഹു യൗമൻ മിൻ ദഹ്രിഹി യുസീബുഹു ഖബ്ല ദാലിക മാ അസ്വാബഹ. വിശ്വാസമുണ്ട്, പക്ഷേ കർമ്മങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോവുകയും അത് തൗബ ചെയ്യാതിരിക്കുകയും അല്ലാഹു മാപ്പ് തരാതിരിക്കുകയും ചെയ്താൽ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ, ആ തെറ്റുകളുടെ കനത്തിനനുസരിച്ച് അല്ലാഹു നിശ്ചയിക്കുന്ന കാലയളവ് നരകത്തിലേക്ക് മുഅ്മിനീങ്ങൾക്കും പോകേണ്ടി വരും, അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ. പക്ഷേ മുഅ്മിനായ ഒരു ആണോ ഒരു പെണ്ണോ ഒരിക്കലും ശാശ്വതരായി നരകത്തിൽ ഉണ്ടാവുകയില്ല. അവരുടെ തിന്മകളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ഇവഞ്ച്വലി അവർ സ്വർഗത്തിലേക്ക് വരുന്നവർ തന്നെയാണ്. ഇതാണ് ആ പറഞ്ഞതിനർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ ഒരാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതരായി നിലനിൽക്കുകയില്ല. അവരെ അല്ലാഹു രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് പുണ്യനബിയുടെ ചില ഹദീസുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഹദീസ് വെച്ചുകൊണ്ട് വേണം ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത 4 ഹദീസുകളെയും വ്യാഖ്യാനിക്കേണ്ടത്. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് സാന്ദർഭികമായിട്ട് പറയട്ടെ, ഖുർആനിന്റെയും ഹദീസിന്റെയും പരിഭാഷകൾ വായിച്ചുകൊണ്ട് ദീനിന്റെ മസ്അലകളോ അതല്ലെങ്കിൽ ദീനിന്റെ വിഷയങ്ങളിലോ ഇടപെടുന്ന ആളുകളൊന്ന് ശരിക്കും ശ്രദ്ധിക്കണമേ. ഈ ഹദീസുകൾ കണ്ടാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസുകൾ കണ്ടാൽ ഒരു അമലും ചെയ്തില്ലെങ്കിലും രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോകും. പക്ഷേ ആ ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടത് പുണ്യനബിയുടെ മറ്റു ഹദീസുകൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. അത് ഹദീസ് പണ്ഡിതന്മാരാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അഫ്ദുൽ ഉലമ പാസ്സായാൽ മിമ്പറിൽ കയറി ഖുത്ബ ഓതാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കാലമാണിത്. പല പള്ളികളും അങ്ങനെയാണ്. അഫ്ദുൽ ഉലമ പാസ്സായിട്ടേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഖത്തീബുമാരാണ്, അവർ ഖാലിമാരാണ്. ഇത്തരം ആളുകൾ പരിഭാഷകൾ വായിച്ചിട്ടേ, ഹദീസിന്റെയും ഖുർആന്റെയും പരിഭാഷ വായിച്ചിട്ട് അങ്ങ് പറയുന്നതാണ്. അപ്പൊ അവർക്ക് തോന്നിയതൊക്കെ പറഞ്ഞു പോകും. അപ്പൊ അതിൽ തെറ്റ് സംഭവിക്കും. ഇപ്പറഞ്ഞ ഹദീസിനെ പോലും നമ്മൾ വായിക്കേണ്ടത് അവരൊരിക്കലും നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്തുമെന്നതിനർത്ഥമില്ല. നരകത്തിൽ കടക്കാൻ സാധ്യതയുള്ളവർ നരകത്തിൽ കടന്നതിന്റെ ശേഷം അവർ നിർബന്ധമായും സ്വർഗത്തിലെത്തിയിരിക്കും എന്നാണ് അതിനർത്ഥം. എങ്ങനെ മനസ്സിലായി? തങ്ങൾ പറയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാരെങ്കിലും പറഞ്ഞാൽ, ഖൽബ് കൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞാൽ, നഫഅതുഹു യൗമൻ മിനദ്ദഹ്രി, ഏതെങ്കിലും ഒരു കാലം അയാൾക്കത് ഉപകരിക്കുക തന്നെ ചെയ്യും. ആഖിറത്തിൽ, ദുനിയാവിലല്ല. ദുനിയാവിൽ എന്തായാലും ഉപകരിക്കും. ആഖിറത്തിൽ ഏതെങ്കിലും ഒരു കാലം യുസീബുഹു ഖബ്ല ദാലിക മാ അസ്വാബഹ, ആ മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷകൾ അതിന് മുമ്പ് അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാലും ഏതെങ്കിലും ഒരു നാളിൽ ആ മനുഷ്യനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ടാണ് തൂങ്ങി മരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നടക്കാറുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരാൾ
തൂങ്ങി മരിച്ചാൽ ആ ഹദീസ് നേരെ വായിച്ചു നോക്കിയാൽ നേരെ നരകത്തിലേക്കാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഈമാനുണ്ടെങ്കിൽ അത് നരകശിക്ഷ കിട്ടാൻ കാരണമായേക്കാവുന്ന ഒരു കുറ്റമാണെന്ന് അതിനർത്ഥം. ഈമാനുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ട കാലം കഴിഞ്ഞാൽ പോലും അവർ സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ അഖീദ. അങ്ങനെയാണ്, തൂങ്ങി മരിക്കാൻ വേണ്ടി പറയല്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വിചാരിക്കരുത്. ഈമാനുള്ളവർക്ക് എന്നെങ്കിലും ഒരുപക്ഷെ ആ ഒരു കുറ്റത്തിന് അള്ളാഹു 10 ലക്ഷം കൊല്ലം നരകശിക്ഷ നൽകിയേക്കാം. നമുക്കറിയില്ല. ഒരു ദിവസമായേക്കാം, 1 മണിക്കൂറായേക്കാം. അള്ളാഹു ചിലപ്പോൾ പുറത്തു കൊടുത്തെന്ന് വന്നേക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. ഈമാനുണ്ടോ അവര് നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ ഫീഹ എന്ന്, നരകത്തിൽ എന്നെന്നും നരകത്തിലായിരിക്കുമെന്ന് ഈമാനുണ്ടായിരുന്നൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടില്ല. എന്നെങ്കിലും അവർ രക്ഷപ്പെടും. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന, പടച്ചോനെ ആ രക്ഷപ്പെടുമല്ലോ, ഒരു നിമിഷം പോലും നരകത്തിൽ തൊടാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ. അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ പടച്ചോനെ. ഞങ്ങൾ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, ഉസ്താദുമാരും മുതല്ലിമീങ്ങളും മുദരിസുമാരും, അള്ളാഹുവെ ഉമറാഖന്മാരും, മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായി ഞങ്ങൾക്ക് പരിചയമുള്ള മുഅ്മിനാത്തുകൾ, അള്ളാഹു ഞങ്ങൾക്കൊക്കെയും ഒരു നിമിഷം പോലും നരകം തൊടാതെ നിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചു തരണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫറസ്ദഖ് എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട്. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയ കവിയാണ്. അയാൾ മുസ്ലിമായിരുന്നു. ഫറസ്ദഖിന്റെ ഭാര്യ മരിച്ചുപോയപ്പോ ആ ഭാര്യയെ മറവ് ചെയ്യുകയാണ്. സഅമൽ ഫറസ്ദഖു അൻ സയഖ്തുലു മിർബഅൻ അബ്ശിർ ബിതൂലി സലാമത്തിൻ യാ മിർബഉ. ജരീർ, ഫറസ്ദഖ് 2 കവികളായിരുന്നു അറബി ലോകത്ത്. ഇസ്ലാമിക ലോകത്ത് മുഖദ്റമീങ്ങളാണ് അവർ. ഇസ്ലാമിനെ കിട്ടി, ഇസ്ലാമിന്റെ മുമ്പുണ്ട്. ഫറസ്ദഖ് നബിതങ്ങൾക്ക് ശേഷം വന്ന ആളാണ്. ഫറസ്ദഖും ജരീറും തമ്മിലുള്ള സംവാദങ്ങൾ ഉണ്ടാവും ഭയങ്കര കവിതകളിൽ. അതിൽ രസകരമായൊരു കവിതയാണിത്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചിട്ടാ കവിത പറയാ. ജരീർ ഫറസ്ദഖിനെ കൊള്ളൂല, ഫറസ്ദഖ് ജരീറിനെയും കൊള്ളൂല. അങ്ങനെ ഫറസ്ദഖ് ഒരിക്കൽ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, മിർബ എന്ന് പറഞ്ഞ ആള്, അയാളും ഫറസ്ദഖും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മിർബനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോ ജരീർ അതിന് മറുപടി കൊടുത്തൊരു കവിത ഉണ്ട്. വെറുതെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാ. സഅമൽ ഫറസ്ദഖ് അൻ സയഖ്തുലു മിർബഅൻ, മിർബയെ നിന്നെ കൊല്ലുമെന്ന് ഫറസ്ദഖ് പറയുന്നുണ്ട്. അബ്ശിർ, മിർബയെ നീ സന്തോഷിച്ചോ, ബിതൂലി സലാമ, ഇപ്പൊ അടുത്തൊന്നും നിന്റെ ജീവൻ പോകൂല, യാ മിർബഉ. പറഞ്ഞ ഫറസ്ദഖ് അല്ലേ, ആൾക്കതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആക്ഷേപിച്ചതാണ്. അപ്പോ ഈ ഫറസ്ദഖ് അയാളുടെ ഭാര്യ മരിച്ചുപോയപ്പോ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ, ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ ജീവിച്ചിരുന്ന വീടുകളിൽ തർബിയത്ത് കിട്ടിയ മഹാനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. താബിഈയാണ്. മഹാനവറുകൾ ജരീറിന്റെ ഭാര്യയെ മറവ് ചെയ്യുന്ന ആ ജനാസയിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കവികൾ പലതും പാടുമ്പോൾ പലതൊക്കെ തെറ്റായിരിക്കും. അതിൽ ആക്ഷേപങ്ങൾ വരും, അതിൽ കളിയാക്കലൊക്കെ വരും. ഇതൊക്കെ ഹസനുൽ ബസ്രി തങ്ങൾക്ക് വലിയ നീരസമായിരുന്നു. അപ്പൊ ഭാര്യയെ മറവ് ചെയ്യുമ്പോൾ ഖബറിന് മുമ്പിലല്ലേ നിൽക്കുന്നത്. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ചോദിച്ചു, മാ അഅദത ലിഹാദൽ യൗം, ഫറസ്ദഖേ ഒരു നാളിൽ എന്നെയും നിന്നെയും ഈ ഖബറിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ, ഇപ്പൊ നിന്റെ ഭാര്യയാണ് അകത്തേക്ക് പോയത്, നമ്മൾ മൂടി വെക്കും, ഞാനും നീയും അതിൻ്റെ അകത്തേക്ക് പോകും. ഫറസ്ദഖേ ഈ പാട്ടും പാടി ഇങ്ങനെ നടക്കുമ്പോ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി എന്താണ് ഫറസ്ദഖേ നിന്റെ കയ്യിലുള്ളത് എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്താ ഫറസ്ദഖേ, നീ ഇതിനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ? മരിച്ചു പോയാൽ ഖബറിലെ ചോദ്യത്തിനും ഉത്തരത്തിനൊക്കെ എന്തെങ്കിലും അമല് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫറസ്ദഖ് പറഞ്ഞു, ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻദു 70 സന, 70ഓളം വർഷമായി ഞാൻ കൊണ്ടു നടക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്. അതാണ് എൻ്റെ കയ്യിലുള്ള ഒരുക്കം. മഹാനവറുകൾ പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങളെ എന്ന് പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആളാണ്, പിന്നെ പാട്ടുപാടി കുറച്ച് കുരുത്തക്കേടൊക്കെ കയ്യിലുണ്ട്, എന്നാലും രക്ഷപ്പെടുന്ന ഞാൻ വിചാരിക്കണത് എന്ന് പറഞ്ഞപ്പോ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, നിഅമൽ ഉദ്ദ, സംഗതി നല്ല ഒരുക്കം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യിലുണ്ട്, 70 കൊല്ലമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് നടക്കുന്ന ആളാണ്. പക്ഷേ വലാകിൻ ലിലാ ഇലാഹ ഇല്ലല്ലാഹി ശുറൂതൻ വഇയായ വഇയാക വഖദ്ഫൽ മുഹ്സന,
ഫറസ്ദഖേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യിലുണ്ട് എന്ന് വെറുതെ പറഞ്ഞു നടന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില ഷർത്തുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്, ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നിബന്ധനകൾ ഒരുപാടുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഫഇയ്യാക വഖദ്ഫൽ മുഹ്സന. അതുകൊണ്ട് ഫറസ്ദഖേ, നിന്റെ കവിതകളിൽ മുഅ്മിനത്തുകളായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നീ ചെയ്യാറുണ്ട്. അതൊന്നും നീ ചെയ്യരുത് ഫറസ്ദഖേ എന്ന് ഹസനുൽ ബസ്വരി തങ്ങൾ തിരുത്തി കൊടുത്തത് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനം അത് വെറുതെ ചൊല്ലിയാൽ സ്വർഗം കിട്ടും എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. നിഅമൽ ഉജ്ജ വലാകിൻ ലിലാ ഇലാഹ ഇല്ലല്ലാഹി ശുറൂതൻ ഫഇയ്യാക വഖദ്ഫൽ മുഹ്സന. അതുകൊണ്ട് മുഅ്മിനത്തുകളായ പെൺകുട്ടികളെ കുറിച്ച് തോന്നിവാസം പറയരുത് ഫറസ്ദഖേ. നിന്റെ കവിതകളിൽ നീ അതൊക്കെ പറയുകയും കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട് എന്ന് ഖബറിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്, അത് രണ്ടും ഒത്തുപോകുന്നില്ല. അതുകൊണ്ട് ഒരുങ്ങണം, അതൊക്കെ നിർത്തണം എന്ന് മഹാനവറുകൾ പറഞ്ഞതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ സാരം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കങ്ങ് വെറുതെ പറഞ്ഞാൽ സ്വർഗം കിട്ടും, അതിനർത്ഥം കൊടുക്കുന്നില്ല പണ്ഡിതന്മാർ. എന്തുകൊണ്ട്? അതിന് നിബന്ധനകളുണ്ട്. എന്തൊക്കെയാ നിബന്ധനകൾ? നമുക്ക് വഴിയെ പറയേണ്ടതുണ്ട്. ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിച്ചു ചില ആളുകൾ, ഇന്ന ഉനാസൻ യഖൂലൂൻ, ചില ആളുകൾ പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവർക്ക് മുഴുവനും സ്വർഗമുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദാ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർളും അതിൻ്റെ നിബന്ധനയും അതിൻ്റെ ഹഖായ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ടാണ് വഹബ് ഇബ്നു മുനബ്ബിഹ് തങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം മഹാനവരുടെ മുമ്പിലൂടെ വന്നപ്പോൾ മഹാനോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൻ്റെ താക്കോലല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ചെന്നാൽ സ്വർഗം തുറക്കാൻ പറ്റുമെന്നല്ലേ അതിനർത്ഥം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അൽ ആലിമു റബ്ബാനി വഹബ് ഇബ്നുൽ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൻ്റെ താക്കോല് തന്നെയാണ്. വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ. താക്കോലാണ്, പക്ഷെ താക്കോലുകൾക്ക് പല്ലുണ്ടാവുമല്ലോ. പല്ലുള്ള താക്കോല് കൊണ്ടല്ലേ തുറക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ താക്കോലിന്റെ പല്ല് നീ കൊണ്ടുവന്നാൽ ഫുതിഹലക, നിനക്ക് സ്വർഗം തുറക്കപ്പെടും. ഇല്ലാ ലം യഫ്തഹലക, വെറും താക്കോലുള്ളൂ, പല്ലില്ലാത്ത താക്കോലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ. അതിന് ഷർത്തും പറഞ്ഞൊന്നും കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിച്ചിട്ടില്ല, എന്നാ പിന്നെ തുറക്കൂലട്ടോ. പല്ലുള്ള താക്കോല് കൊണ്ടേ തുറയുള്ളൂ, അല്ലെങ്കിൽ തുറയില്ല എന്ന് മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്തയാണ്. അതിന്റെ ഒരു മഅന അതാണ്. എന്നെന്നും നരകത്തിൽ കിടക്കുന്ന ഒരു വിഷയം ഒരിക്കലും മുഅ്മിനീങ്ങൾക്ക് വരില്ല. അവരെന്നെങ്കിലും സ്വർഗത്തിൽ കിടക്കുന്നവർ തന്നെയാണ്. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നബിയോട് ചോദിക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, നബിയേ അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന, എനിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ ഒരു കർമ്മം പറഞ്ഞു തരണേ നബിയേ, ഒരു കർമ്മം പറഞ്ഞു തരണേ നബിയേ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, തഅബ്ദുല്ലാഹ വലാ ലാ തുശ്രികു ബിഹി ഷൈആ. അല്ലാഹു മാത്രമാണ് മഅബൂദുൻ ബിഹഖ്, അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത്. അല്ലാഹു മാത്രമാണ് ഖദീർ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു മാത്രമാണ് അലീമും ബിദാത്തിസ് സുദൂർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് ഖാലിഖും ബദീഉം മുസവ്വിറും. ആ റബ്ബിൽ വേറെ ഒരാൾക്കും പങ്കു ചേർക്കരുത്. വതുഖീമുസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തണം. വതുഉതിസ് സകാ, സകാത്ത് കൊടുക്കണം. വതസിലുർ റഹിം, നിന്റെ കുടുംബ ബന്ധങ്ങളെ മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം എന്ന് ആ മനുഷ്യനോട് നബി തങ്ങൾ മറുപടി കൊടുത്തില്ലേ?
സ്വർഗത്തിലേക്ക് കടക്കണം എന്ന ഒരു അമൽ, സ്വർഗത്തിൽ കടക്കാൻ സാധ്യമാകുന്ന ഒരു അമൽ എനിക്ക് അറിയിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് പറയാമായിരുന്നു, കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി എന്ന്. തങ്ങൾ അതല്ലല്ലോ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് വേണം നേരത്തെ പറഞ്ഞ ഹദീസുകളെ വ്യാഖ്യാനിക്കാൻ. വീണ്ടും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, ദുല്ലനീ അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. നബിയേ, ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ, ഞാനത് ചെയ്താൽ എനിക്ക് സ്വർഗം ലഭിക്കും. അങ്ങനത്തെ ഒരു കാര്യം പുണ്യനബി പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ നീ രക്ഷപ്പെടും എന്നല്ല തങ്ങൾ പറയുന്നത്. തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ഷൈആ, ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. വതുഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം, അൽ മക്തൂബ, ഫർളായ നിസ്കാരങ്ങൾ. വതുഅദ്ദിസ് സകാത്തുൽ മഫ്റൂള, ഫർളായ സകാത്ത് കൊടുത്തു വിട്ടണം. വതസൂമു റമളാൻ, നോമ്പെടുക്കണം. അയാൾ പറഞ്ഞു, അവിടെ ഹജ്ജ് പറഞ്ഞില്ല, പറഞ്ഞു എന്ന് റിവായത്തുകളിലുണ്ട്. ഏതായാലും ഇസ്ലാമിന്റെ 5 റുക്നുകളും പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദിഹി, അയാൾ പറയാണ്, ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു മിൻഹു ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസു മിൻ. നബിയേ, ഞാൻ ഈ പറഞ്ഞതിൽ ഒന്നുമേ ഏറെ ചെയ്യുകയില്ല, ഈ പറഞ്ഞതിൽ ഒന്നുമേ കുറക്കുകയുമില്ല നബിയേ. ഈ പറഞ്ഞത് ഞാൻ ചെയ്യും. 5 വക്ത് നിസ്കരിക്കും, റമദാനും സക്കാത്തും ഹജ്ജൊക്കെ ഞാൻ കൊടുക്കും. സുന്നത്തൊന്നും ഞാൻ ചെയ്യൂല നബിയെ. റമദാൻ നോമ്പെടുക്കും, വേറെ സുന്നത്ത് നോമ്പൊന്നും ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്ക് അറിയുമോ? മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഫൽ യൻദുറ ഇലാ ഹാദാ, ആ പോകുന്ന മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെന്താ പറഞ്ഞത്? ഞാൻ ഫർള് മാത്രമേ ചെയ്യുള്ളൂ, എനിക്ക് സുന്നത്തൊന്നും നിന്നെ കൊണ്ട് കയ്യിൽ നബിയെ, പക്ഷെ ഞാൻ തെറ്റ് ചെയ്യൂല. അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞൊന്നും ഞാൻ ചെയ്യൂല, ഫർള് ചെയ്യാൻ പറഞ്ഞ ഫർള് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട്, ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് എന്ന് നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സംഭവം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് സ്വഹീഹുൽ മുസ്ലിമിലുണ്ട്. രസകരമായ മറ്റൊരു ഹദീസ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ ബഷീർ ഇബ്നുൽ ഖസ്വാസിയ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ ഒരു സ്വഹാബിയുടെ പേരാ ബഷീർ ഇബ്നുൽ ഖസ്വാസിയ, അൽ ഖസാസിയ ഉപ്പാന്റെ പേരാ. ബഷീർ ഇബ്നുൽ ഖസ്വാസിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉബായിഅ, ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ഞാൻ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ചെന്നു, ഇസ്ലാം സ്വീകരിക്കാൻ. ഫഷ്തറത അലയ്യ, നബി തങ്ങൾ എന്നോട് നിബന്ധന വെച്ചു, ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബഷീറേ, ബഷീർ ഇബ്നുൽ ഖസ്വാസിയ, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കണം. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കണം. വഅന്നുഖീമസ് സ്വലാഹ്, ബഷീർ എന്നവർ പറയാണ്, എന്നോട് തങ്ങൾ പറഞ്ഞു നിസ്കരിക്കണം. വഅന്നൂതിയ സകാത്ത് കൊടുക്കണം. വഅന്ന ഹജ്ജ ഹജ്ജതൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ അല്ലാഹ് പറഞ്ഞ ഹജ്ജ് ചെയ്യുകയും വേണം. വഅന്ന സൂമ ശഹ്റ റമദാൻ, റമദാനിന്റെ പകൽ നോമ്പെടുക്കണമെന്നും എന്നോട് പറഞ്ഞു. കഴിഞ്ഞില്ല. വഅന്നുജാഹിദ ഫീ സബീലില്ലാഹ്, എങ്ങാനും ഒരു യുദ്ധമാസന്നമായാൽ, ഈ ഉമ്മത്തിന് പ്രതിരോധം ചെയ്യേണ്ട സമയം വന്നാൽ, ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു സൈന്യം ഈ ഉമ്മത്തിനെ തുടച്ചു നീക്കാൻ വന്നാൽ, ഉമ്മത്തിലെ വ്യക്തികൾക്കോ സമ്പത്തിനോ ദീനിനോ എന്തെങ്കിലും ഉപദ്രവം നേരിടേണ്ടി വരുമ്പോൾ അവരോട് പടപൊരുതാനുള്ള ചങ്കൂറ്റവും വേണം എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നബിയേ, ഇതെല്ലാം ഞാൻ ചെയ്യും, അതിൽ 2 എന്നെ കൊണ്ട് കഴിയൂല എന്ന് ഞാൻ പറഞ്ഞു. തുറന്നങ്ങ് പറഞ്ഞു, എനിക്ക് 2 പറ്റൂല നബിയെ, നിസ്കാരം നോമ്പ് ഒക്കെ ഞാൻ ചെയ്തേക്കാം, പക്ഷേ 2 എന്നെ കൊണ്ട് കഴിയില്ല. ഫവല്ലാഹി ലാ ഉതീഖുഹുമാ, എന്നെ കൊണ്ട് കഴിയാത്ത 2 ഉണ്ട് നബിയേ. അൽ ജിഹാദു വസ്സദഖ, ഒന്ന് അല്ലാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ഒരു അവസരം വരുമ്പോൾ യുദ്ധത്തിനിറങ്ങണം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. വസ്സദഖ, സകാത്ത് കൊടുക്കണം എന്ന് പറയുന്നതും എന്നെ കൊണ്ട് കഴിയില്ല നബിയേ.
കാരണം ജിഹാദിനെ കുറിച്ച് എനിക്ക് പറ്റൂല എന്ന് പറയാൻ കാരണം فإنهم زعموا أن من ولى الدبر فقد باء بغضب من الله. ഒരു യുദ്ധം നടക്കുമ്പോൾ സൈന്യത്തിന്റെ കൂടെ പോകേണ്ടവരാണ് അഡൽട്ടുകളായ എല്ലാ വിശ്വാസികളും. അതായിരുന്നു അന്നത്തെ നിയമം. നബിയെ, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞോടിയാൽ അള്ളാഹുവിൻ്റെ ദേഷ്യത്തോടുകൂടെയാണ് അവർ പിന്തിരിഞ്ഞോടുന്നത്. പൊന്നാര നബിയെ, ഞാൻ അത്ര വലിയ ധൈര്യമില്ലാത്ത ആളാണ്. ഫഅഖാഫു ഇൻ ഹളർതു തിൽക, അങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ജശഅത് നഫ്സി വകരിഹത്തിൽ മൗത്ത്, എൻ്റെ ശരീരത്തിന് പേടിയാവുകയും എൻ്റെ ശരീരം മരണം വെറുക്കുകയും ചെയ്യും. അതുകൊണ്ട് നബിയെ, ആ ഒരു ഓട്ടം കൊണ്ട് എനിക്ക് അല്ലാഹുവിൻ്റെ കോപം കിട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വസ്സദഖ, പിന്നെ ദാനത്തെക്കുറിച്ച് പറഞ്ഞത്, സകാത്തിനെ കുറിച്ച് പറഞ്ഞത് ഫവല്ലാഹി മാലി ഇല്ലാ ഗുനൈമത്തുൻ വഅശ്റു ദൗദിൻ. നബിയെ, 10 ഒട്ടകവും ഏതാനും ചില ആട്ടിൻകുട്ടികളുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഹുന്ന റുസുലു അഹ്ലി വഹമൂലതുഹുന്ന, എൻ്റെ വീട്ടുകാർക്കും മക്കൾക്കും യാത്ര ചെയ്യാനും ഭക്ഷിക്കാനും ഉപയോഗിക്കുന്ന 10 ഒട്ടകമുണ്ട് നബിയെ. കുറച്ച് ഒന്ന് വിരലെണ്ണാവുന്ന ആടിൻകുട്ടികളുമുണ്ട്. ഇത് അല്ലാഹ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് തിന്നാനുണ്ടാകുമോ നബിയെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ 5 ഒട്ടകമുണ്ടെങ്കിൽ ഒരാടതിൻ്റെ സക്കാത്താണ്. 10 ഒട്ടകമുണ്ടെങ്കിൽ 2 ആട് കൊടുക്കണം. സക്കാത്തിന്റെ നിയമങ്ങൾ വിവരിച്ചെടുത്ത് അത് മനസ്സിലാക്കാൻ പറ്റും. ആ മനുഷ്യൻ പറഞ്ഞു, ബഷീർ ഇബ്നുൽ ഖസ്വാസിയ എന്ന ഈ സ്വഹാബി പറഞ്ഞു, നബിയെ, ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്, പക്ഷേ ഈ സ്വതക്കയും ജിഹാദും എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ കൈപിടിച്ച് നബി തങ്ങൾ കൈപിടിച്ചു കുടുക്കിയിട്ട് പറഞ്ഞു, ഫലാ ജിഹാദ വലാ സ്വതഖ, ഞാൻ പറഞ്ഞതിൽ ജിഹാദും സ്വതക്കയും നിന്നെ കൊണ്ട് കഴിയില്ലല്ലേ. ഫബിമ തദ്ഖുലുൽ ജന്നത ഇദൻ, പിന്നെ എങ്ങനെയാണ് നീ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇത് രണ്ടും പറ്റൂല എന്നല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെ നിനക്ക് സ്വർഗം ലഭിക്കും? തങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ. വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടല്ല ഇത് കിട്ടുന്നത്, അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ഞാനീ പറഞ്ഞതിൽ 2 നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുകയാണോ, പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഖുൽതു യാ റസൂലല്ലാഹി ഉബായിഉക്, നബിയേ, ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ കൊതിക്കുന്നു നബിയെ. ആ ജിഹാദും സ്വതക്കയും ഞാൻ അംഗീകരിച്ചു, ഞാനത് ചെയ്യാം നബിയെ എന്ന് പറഞ്ഞ് മഹാനായ ബഷീർ ഇബ്നുൽ ഖസ്വാസിയ എന്ന സ്വഹാബി തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് പൂർത്തിയാക്കി. തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഷഹാദത്ത് എന്ന വാക്ക് വെറും ഒരു വാക്കല്ല, അതൊരു അണ്ടർടേക്കിംഗ് ആണ്, അതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നിന്നാൽ അതുകൊണ്ട് സ്വർഗം ലഭിക്കുമെന്നതിനർത്ഥമില്ല എന്ന് മഹാനായ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി മഹാനവറുകൾ മഅനൽ ഇഖ്ലാസി വതഹ്ഖീഖുഹു വതഹ്ഖീഖു മഅനാഹ, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് വിവരിക്കുന്ന അവരുടെ കിതാബിൽ പറയാൻ മൻ ഖാല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ ചില ഹദീസുകളൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, അത് വെറുതെ പറയുന്ന വാക്കിനല്ല സ്വർഗം. പിന്നെയോ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്ന് നിർത്തിയില്ല, തങ്ങളൊരു വാക്കുകൂടെ ശേഷം പറഞ്ഞു, മുഖ്ലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായത് പറയണം. അള്ളാഹുവാണ് ആരാധനക്കർഹൻ, അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുക? അതുകൊണ്ട് മുഖ്ലിസൻ മിൻ ഖൽബിഹി എന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്ക്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൽബിൽ യഖീനോടെ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞാലേ അത് ലഭിക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യുസദ്ദിഖു ലിസാനഹു ഖൽബുഹു, നാവ് കൊണ്ട് പറയുന്ന ഈ വാക്കിന് ഹൃദയം സാക്ഷിയാവണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. യഖൂലുഹാ ഹഖ്ഖൻ മിൻ ഖൽബി, ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പറയണം. ഖദ് ദല്ല ബിഹാ ലിസാനുഹു വതുമഅന്ന ബിഹാ ഖൽബുഹു, ഹൃദയത്തിൽ ഉറപ്പിക്കുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി ഇങ്ങനെ പറയുന്നവരാണ് രക്ഷപ്പെടുന്നവർ. അതായത് കർമ്മങ്ങളുടെ പിൻബലം വേണമെന്ന്.
അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഹൃദയവുമായി ബന്ധമുണ്ട്, ഖൽബുമായി ബന്ധമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വഭാവം ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നാം ഖൽബ് കൊണ്ട് കൊടുക്കേണ്ട ചില അമലുകളുണ്ട്. ഖുർആനിൽ 16 ആയത്തുകളാണ് ഇത് വിവരിച്ചിട്ടുള്ളത്. 16 ആയത്തുകളിൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയും നമ്മുടെ ഹൃദയവും ബന്ധിക്കുന്നത് എന്ന് പറയുന്നു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തേത് അൽ വജൽ, പേടി വേണം ഖൽബ് കൊണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ആരാണ് മുഅ്മിനീങ്ങൾ എന്നറിയുമോ? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പേടിക്കുന്നതാണ്. അവരുടെ ഹൃദയം ഭയപ്പെടും, ഖൽബിൽ പേടി വരും. അങ്ങനത്തെവരാണ് ഈമാനുള്ളവർ. അതുകൊണ്ട് അൽ വജൽ, വജൽ വേണം, പേടി വേണം. രണ്ടാമത്തേത് അൽ ഇഖ്ബാത്ത്, ഫയുമിനൂന ബിഹി ഫതുഖ്ബിത ലഹു ഖുലൂബുഹും. സൂറത്തുൽ ഹജ്ജിൽ മുഅ്മിനീങ്ങളായ ആളുകൾ ഹൃദയം കൊണ്ട് ഭയപ്പെടുന്നവരാണ്, അല്ലാഹുവിനെ ഓർത്ത് വിറക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അവർ അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിക്കുന്നവരാണ്. ആ ഒരു സ്വഭാവത്തിനാണ് ഇഖ്ബാത്ത് എന്ന് പറയാ. അങ്ങനെ റബ്ബിനെ പേടിക്കുന്നവർക്കാണ് മുഖ്ബിതീൻ എന്ന് പറയുന്നത്. പിന്നെ അൽ ഇനാബ, തൗബ ചെയ്യണം. തൗബ എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയലല്ലോ. തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്ന് അത്തൗബതു വന്നദം. തൗബ എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് സങ്കടപ്പെടലാണ്, അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. വജാഅ ബിഖൽബിൻ മുനീബ്, അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുന്നവരാണ് ഹൃദയം കൊണ്ട്. ഖൽബ് കൊണ്ട് റബ്ബേ ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിക്കുന്നു റബ്ബേ, ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അല്ലാഹുവിനോട് ഖൽബ് കൊണ്ട് പശ്ചാത്തപിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 16 ഗുണങ്ങൾ വേണം. 16 ഗുണങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. നാലാമത്തേത് അത്തുമഇനീന, ഹൃദയം ശാന്തമാവണം, ഈമാൻ കൊണ്ട് ശാന്തമാവണം. ഒരിക്കലും ഒരു നിരീശ്വരവാദിയോ ഒരു എത്തിയസ്റ്റോ എന്തെങ്കിലും പറയുന്നത് കൊണ്ടോ എന്തെങ്കിലും വസ്വാസുണ്ടാക്കുന്നത് കൊണ്ടോ ഹൃദയം ഇളകാൻ പാടില്ല, ഉറച്ചു നിൽക്കണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണമേ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ദിക്ർ ചൊല്ലുന്നവരുടെ പ്രത്യേകത, റബ്ബിനെ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത. ഹൃദയത്തിന് സമാധാനമുള്ളവരാണവർ. പിന്നെ പറഞ്ഞു തഖ്വ വേണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങാടിയിൽ ഒരു കടലാസിന്റെ കഷ്ണം കണ്ടതാണ്. ആ അല്ലാഹ് എന്ന പേരുണ്ട്, അള്ളാന്റെ ഇസ്മ എഴുതിയ ഒരു കടലാസ്, ഒരു തോൽ കഷ്ണം അങ്ങാടിയിൽ വീഴുകയും ആളുകൾ അതിലിങ്ങനെ ചവിട്ടി പോവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ പറ്റി ഒരു ബോധവുമില്ലാതെ നടന്നിരുന്ന ഒരു കാലത്ത് മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ആ കടലാസ് എടുക്കുകയും കണ്ണിനോട് ചേർത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്കാണ് ഇസ്മുൽ ഹബീബ് യുദാസു ബിൽ അഖ്ദാം. പടച്ചവനെ, മെഹബൂബായ നിന്റെ വാക്ക്, നിന്റെ പേര് കാലുകൊണ്ട് ആളുകൾ ചവിട്ടുകയോ എന്ന് പറഞ്ഞ് കണ്ണിലേക്ക് ചേർത്ത് വെച്ച് കരഞ്ഞതാണ്. അവിടെ മുതലാണ് അള്ളാഹു മഹാന വലിയായി ഉയർത്തിയത് എന്ന് മഹാന്മാർ പറയുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം തഖ്വയാണ്. അള്ളാഹു ബഹുമാനിക്കുന്നതിനെ ബഹുമാനിക്കണം. അൽ ഇൻഷിറാഹ്, മുഅ്മിനീങ്ങളുടെ പ്രത്യേകത ഖൽബിൽ വിശാലതയുള്ളവരാണ്, സങ്കുചിത മനസ്സുള്ളവരല്ല. വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജാ കഅന്നമാ യസ്അദു ഫിസ് സമാ. ഹൃദയത്തിന് വിശാലത വേണം. അസ്സകീന, ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഇറങ്ങും. ഹുവല്ലദീ അൻസല അസ്സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ.
അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്ക് എന്ത് സമാധാനമാണ് അള്ളാഹു നൽകുന്നതെന്നോ, എത്ര വലിയ ആനന്ദമാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത്. വല്ലാത്ത സമാധാനം. ഇത് മുഅ്മിന്റെ പ്രത്യേകതയാണ്. പിന്നെ പറഞ്ഞു അല്ലീൻ. ഖുർആൻ പറയുന്നത് അവര് വളരെ സോഫ്റ്റാണ്. മുഅ്മിനീങ്ങൾ സ്വഭാവങ്ങളിൽ മൃദുത്വം പാലിക്കുന്നവരാണ്, കരുണ കാണിക്കുന്നവരാണ്. ثم تلين جلودهم وقلوبهم إلى ذكر الله. അല്ലാഹുവിൻ്റെ സ്മരണ ഉതിർക്കുമ്പോൾ, മജ്ലിസുൻ നൂർ, മജ്ലിസുൽ ദിക്ർ, ഖിറാഅത്തുൽ ഖുർആൻ നടക്കുമ്പോൾ, ഇൽമിന്റെ മജ്ലിസ് ഉണ്ടാകുമ്പോൾ അവരുടെ ഹൃദയം ലോലമായി, അതിലോലമായി മൃദുലമായി മാറുന്നത് കാണാം അല്ലാഹുവിൻ്റെ ദിക്ർ കേൾക്കുന്നതോടുകൂടെ. പിന്നെ പറഞ്ഞു അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണമല്ലോ എന്നൊരു പേടി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം. അത് ഈമാനിന്റെ അടയാളമാണ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. സത്യവിശ്വാസികൾക്ക് നേരമായിട്ടില്ലേ? അള്ളാഹുവിനെ ഭയപ്പെടാൻ നേരമായിട്ടില്ലേ? റമളാൻ വരെ കാത്തിരിക്കുകയാണോ? റമളാൻ വരെ കാക്കുകയാണോ? അവർക്ക് എന്തേ അള്ളാഹുവിനെ ഭയപ്പെടാൻ നേരമായിട്ടില്ലയോ എന്ന് ചോദിക്കുകയാണ്. ഈ ആയത്ത് കൊണ്ടാണ് കൊള്ളക്കാരനായിരുന്ന ഒരു മനുഷ്യൻ അള്ളാഹിന്റെ വലിയായി മാറിയത്. ഈ ഒരു ആയത്ത് കേട്ടപ്പോഴാണ്. ആ മഹാനാണ് ഫുളൈൽ ഇബ്നുൽ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. മോഷണം ചെയ്ത് ഒരു വീട്ടിൽ നിന്ന് മോഷണം ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഒരു ഉമ്മ ഇങ്ങനെ ഓതുകയാണ്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മുസ്ലിമാന്ന് പറഞ്ഞ് നടന്നിട്ടെന്ത്? ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ പേടിക്കാൻ അവർക്കൊന്നും സമയമായിട്ടില്ലേ? കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ബലാ ഖദ് ആന യാ റബ്ബ്. അതേ റബ്ബേ, സമയമായി. പടച്ചവനെ, സമയമായി. തിരിച്ചു നടക്കാൻ സമയമായി, നേരമായി എന്ന് പറഞ്ഞ് മോഷ്ടിച്ചത് കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത് തൻ്റെ കൂടെയുള്ള ജൂനിയർ കള്ളന്മാരോട് പോയി പറയാൻ, ഞാൻ ഈ പരിപാടിക്കിനില്ല, ഞാൻ മാറുകയാണ്. അങ്ങനെ തൗബ ചെയ്ത് വന്നൊരു മഹാനുണ്ട്. പിന്നെ അറിയപ്പെട്ടതൊരു സാധാരണക്കാരനായിട്ടല്ല, അള്ളാഹുവിൻ്റെ വലിയൊരു ആരിഫും ആലിമുമായിട്ട് അറിയപ്പെട്ട അൽ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഈമാനിൻ്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും അടയാളം ഹൃദയം ശുദ്ധിയുള്ളവരാകണമെന്നാണ്. ദാലികും മത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ. ഹൃദയം ആണിൻ്റെയും പെണ്ണിൻ്റെയും അസൂയയോ പകയോ വൈരാഗ്യമോ വിദ്വേഷമോ പകവീട്ടലോ ഇല്ലാതെ ഹൃദയം ശുദ്ധമാവണം എന്ന് വിശുദ്ധ ഖുർആൻ. ഈമാനിൻ്റെ അടയാളം ഖൽബ് കൊണ്ട് അല്ലാഹു നൽകുന്ന അടയാളം അൽ ഹിദായ. അല്ലാഹു സന്മാർഗ ദർശനം നൽകും. നേരായ മാർഗത്തിൽ ജീവിക്കാനുള്ള വഴി അല്ലാഹു കൊടുക്കും. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ. അല്ലാഹുവിൽ ഈമാനുള്ള ആളുകൾക്ക് ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് കൊടുക്കും. മുഅ്മിനിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു അടയാളം അൽ അഖൽ. അവർ ചിന്തിക്കുന്നവരാണ്. അഫലം യസീറൂ ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. സത്യവിശ്വാസികൾ അവരുടെ യാത്രകളിലും അല്ലാത്തപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്, ആലോചിക്കുന്നവരാണ്. പിന്നെ പറഞ്ഞു തദബ്ബുർ. ആഴത്തിൽ അള്ളാഹുവിൻ്റെ കലാമിനെ പഠിക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ആഴത്തിൽ ചിന്തിക്കുക. ഇത് ഈമാനിൻ്റെ അടയാളമാണ്. അല്ലാഹ് ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. സൂറത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ പേരിലെ സൂറയാണത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ എന്താണ് ഖുർആൻ ആഴത്തിൽ ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ ഹൃദയങ്ങളെ പൂട്ടുവെച്ച് പൂട്ടിയിരിക്കുകയാണോ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഈമാനിന്റെ അടയാളമാണ് അൽ ഫിഖ്ഹ്. ദീന് മനസ്സിലാക്കണം, അല്ലാഹുവിനെ കുറിച്ച് അറിയണം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഈമാനില്ലാത്തവർ അല്ലാഹുവിനെ മനസ്സിലാക്കാത്തവരാണ്. ഈമാനുള്ളവർ അല്ലാഹുവിനെ അറിയുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മറ്റൊരടയാളം അൽ ഈമാൻ. മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. ഹൃദയത്തിനുള്ളിൽ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരടയാളമാണ്. അവസാനമായി അർറിളാ വത്തസ്ലീം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും
അള്ളാഹു നമ്മെ എങ്ങനെയെല്ലാം ഖദറിലൂടെ അള്ളാഹുവിൻ്റെ നിശ്ചയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ റബ്ബ് തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവേ നിന്റെ തീരുമാനം എനിക്കിഷ്ടമാണ് റബ്ബേ എന്ന് ഹൃദയം കൊണ്ട് പറയാൻ കഴിയണം. രോഗം വന്നാലും അല്ലാഹുവിനെ വെറുക്കരുത്. സമ്പത്ത് വന്നാൽ തോന്നുന്ന സന്തോഷം അല്ലാഹു ദാരിദ്ര്യം തന്നാലും തോന്നണമെന്നത് ഈമാനിന്റെ അടയാളമാണത്രേ. എന്തുകൊണ്ട്? സമ്പത്തും ദാരിദ്ര്യവും ഇതൊന്നും അല്ലാഹുവിന്റെ തൃപ്തിയുടെയോ അല്ലാഹുവിന്റെ ദേശത്തിന്റെയോ അടയാളമല്ല. സമ്പത്ത് ദുനിയാവെന്ന് പറയുന്നത് അർളുൻ ഹാദിറുൻ യഅകുലു മിൻഹു അൽ ബർറു വൽ ഫാജിർ. നല്ലവരും അല്ലാത്തവരും, ഈമാനുള്ളവരും ഈമാൻ ഇല്ലാത്തവരും എല്ലാവരും ലോകത്ത് ജീവിക്കുന്നില്ലേ? സമ്പത്തില്ലേ, സൗഭാഗ്യങ്ങളെന്ന് നമ്മൾ പറയുന്ന ദുനിയാവില്ലേ, ഫുലൂസില്ലേ, പൈസയില്ലേ, സമ്പാദ്യങ്ങളില്ലേ? അത് അള്ളാഹുവിനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും അള്ളാഹു കൊടുക്കുന്നില്ലേ? അതിനർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ അടയാളമല്ല അള്ളാഹു സമ്പത്ത് നൽകുന്നത്. അത് ആർക്കും അള്ളാഹു കൊടുത്തേക്കും. ഒരു ഈച്ചയുടെ ചിറകിനോളം അള്ളാഹു ഈ ലോകത്തിൻ്റെ പൈസയ്ക്കോ ആർഭാടത്തിനോ വില കൊടുക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും ഈ ദുന്യാവ് അള്ളാഹു നൽകുന്നത് എന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു വിഷയത്തിൽ ഇന്നതാണ് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ, ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചേ പറ്റൂ. അവിടെ നിന്ന് പിന്നെ മറുത്തൊരു വാക്ക് പറയരുത്. എന്തേ അള്ളാഹു ഇത് ഹറാമാക്കിയത് അങ്ങനെ പറയരുത്. 4 കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് ഹറാമായി പോയല്ലോ അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹ് ഹറാമാക്കിയത് ഹറാമാണെന്ന് അംഗീകരിക്കുന്നവനാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ഒരു പക്ഷേ അയാൾ ഹറാം ചെയ്തേക്കാം, പക്ഷെ ഹറാമാണെന്ന് അംഗീകരിക്കണം. ഹറാം അംഗീകരിക്കാതിരുന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഹറാമാണെന്ന് അംഗീകരിച്ചു, പക്ഷെ ആളാ തെറ്റ് ചെയ്തു. മുഅ്മിനുൻ ആസ്വിൻ, അയാൾ മുഅ്മിനാണ് പക്ഷെ തെറ്റുകാരനാണ്. നേരെ മറിച്ച് അള്ളാഹ് ഹറാമാക്കിയത് ഹറാമല്ല എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ തന്നെ പുറത്തു പോയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ 16ഓളം വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്യേണ്ടതുണ്ട് ഈമാൻ സാധ്യമാകാനെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ കലാം അള്ളാഹുവിൻ്റെ വചനങ്ങളെ മുൻനിർത്തി വിവരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഇജ്തിനാബുൽ മആസി, തെറ്റുകൾ ചെയ്തു പോകരുത്. അതുകൊണ്ടാണ് ചില തെറ്റുകളെ കുഫറാണ്, ദൈവനിഷേധമാണ് എന്ന് തോന്നുന്ന പ്രയോഗം ഖുർആനിലും ഹദീസിലൊക്കെ വന്നിട്ടുള്ളത്. ആളുകൾ കാണാൻ വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുക, എന്ത് നന്മ ചെയ്യുമ്പോഴും നമ്മളത് പോസ്റ്റ് ചെയ്യും, അത് സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലുമൊക്കെ. എന്തിന്? ആളുകൾ അറിയട്ടെ, ആളുകൾ കാണട്ടെ. നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു ഇത് സ്വീകരിക്കൂല. അതിനെ ഷിർക്ക് എന്ന് നബി തങ്ങൾ വിളിച്ചു. ഷിർക്കുൽ ഖഫി, അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്. നമ്മൾ അള്ളാഹിനല്ലേ സന്തോഷിപ്പിക്കേണ്ടത്, നമ്മൾ ജനങ്ങളെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മൾ ആ പരിപാടി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെ ജനങ്ങളെ ഒപ്പം കൂട്ടിയില്ലേ, അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കലല്ലേ. അതുകൊണ്ട് അല്ലാഹു തആല പറയും, നാട്ടുകാർക്ക് വേണ്ടി നീ ചെയ്തില്ലേ, അത് എനിക്ക് വേണ്ട, അത് അവർക്ക് കൊടുത്തേക്കിൻ. അന അഗ്ന ശുറകാ, പാർട്ട്ണർമാരിൽ ഏറ്റവും വലിയ മുതലാളിയാണ് ഞാൻ, എനിക്ക് പാർട്ണർഷിപ്പ് ഒന്നും വേണ്ട എന്ന് റബ്ബ് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വിഷയങ്ങളെ അങ്ങനെ ഹറാമിനോട് നബി തങ്ങൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയാൻ, തോന്നിയതുപോലെ ജീവിക്കുന്നവർ അവരുടെ ഇലാഹ് അവരുടെ ശരീരമാക്കി വെച്ചവരാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ. ഈ ആയത്തിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയാഎന്താ, കുല്ലമഷ്തഹാ ഷൈഅൻ അതാഹ്, അവനവന്റെ പടച്ചവൻ സ്വന്തം ശരീരം പടച്ചവനാക്കി വെച്ചവർ. കള്ളുടിക്കണം തോന്നുന്നു കള്ളുടിക്കുന്നു, വ്യഭിചരിക്കണം തോന്നുന്നു വ്യഭിചരിക്കുന്നു, ഹറാമ് ചെയ്യണം തോന്നുന്നു ചെയ്യുന്നു. ഒരു ലൈസൻസുമില്ലാതെ തിന്മ ചെയ്യുന്ന ആൾ, അവന്റെ പടച്ചവൻ പിന്നെ അവന്റെ തടിയല്ലാതെ പിന്നെ ഏതാ? സ്വന്തം ശരീരത്തെ, സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പടച്ചവനായി അവരോധിച്ച ആളുകൾ എന്ന് ഖുർആൻ വിളിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കാത്തവരെയാണ്. അള്ളാഹ് അനുസരിക്കുന്നവർ അവർ അള്ളാഹുവിനെയാണ് അനുസരിക്കുക, സ്വന്തം ശരീരത്തെയല്ല.
നബി ഞങ്ങൾ പറയുമായിരുന്നു, തഇസ അബ്ദുദ്ദീനാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവേ ആരാധനക്കർഹനായി മറ്റാരുമില്ല റബ്ബേ എന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം അല്ലേ? കൊടകിൽ കന്നഡ ആയതുകൊണ്ട് മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഉണ്ടോ? ഞാൻ വലിയ കടകട്ടിയുള്ള മലയാളം ഒന്നും പറയാറില്ല, മനസ്സിലാവുന്ന ഭാഷയിലല്ലേ പറയുന്നത് അല്ലേ? പോയിക്കോട്ടെ. തഇസ അബ്ദുദ്ദീനാർ, തഇസ അബ്ദുദ്ദിർഹമി. നബി ഞങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, പൈസയെ ആരാധിക്കുന്ന പൈസയുടെ ആളുകൾ എന്നുദ്ദേശിക്കുന്നിടത്ത് പൈസയുടെ അടിമകൾ എന്ന് പറഞ്ഞു നബി തങ്ങൾ. അള്ളാഹിന്റെ അടിമ എന്നാ പറയേണ്ടത്. തഇസ നഷ്ടപ്പെട്ടു പോയി, തകർന്നുപോയി. ആര്? അബ്ദുദ്ദീനാർ, ദീനാറിന്റെ അടിമകൾ. ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണെന്ന്. പിന്നെ പറഞ്ഞു തഇസ അബ്ദുദ്ദിർഹമി, ദിർഹമിന്റെ വെള്ളി നാണയത്തിന്റെ അടിമകളും നശിച്ചു പോയിരിക്കുന്നു. പൈസയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അങ്ങനെയാ, കാശ് കണ്ട അവിടെ വീഴും. അത് ഹലാലും ഹറാമൊന്നും വിഷയം. അത് ലോട്ടറി കിട്ടിയാലും പൊക്കലിട്ട് പോരും, അതൊക്കെ ഹലാലെന്ന് പറയും. എന്തേ? പൈസയുടെ അത്ര കാർത്തിയാണ്. അത്തരം ആളുകൾ തഇസ, അവർ നശിച്ചിരിക്കുന്നു. തഇസ അബ്ദുൽ ഖതീഫ, തഇസ അബ്ദുൽ ഖമീസ. അന്നത്തെ വിലപിടിപ്പുള്ള 2 വസ്ത്രങ്ങളാണത്, വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളാണ്. അതൊക്കെ കിട്ടിയ തരക്കേടില്ല. അതിന് മാത്രം ജീവിക്കുന്നവർ, അതായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം. ഞാൻ ഇന്നലെ ഒരാളുടെ ഒരു വോയിസ് കേൾക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പറയും, എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം പക്ഷെ മുന്തിയ വണ്ടിയൊക്കെ വാങ്ങണമെന്നാ. ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. ആയിക്കോട്ടെ, ഹലാലാണെങ്കിൽ അള്ളാഹ് സാധിപ്പിച്ചു കൊടുക്കട്ടെ. പക്ഷേ വാഹനത്തോട് ഒരു തരം ആരാധന തോന്നുന്ന ഒരു കാലമാണിത്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഒരു വലിയൊരു വാഹനം, ഒരു അത്യാവശ്യം വിലപിടിപ്പുള്ള വണ്ടി കണ്ട അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കുന്നു. ഓ, ഇപ്പോൾ ഡിഫൻഡറൊക്കെ പോയാൽ ഇങ്ങനെ നോക്കുന്നു അല്ലേ, ഓ എന്തോ ചുരുക്കുള്ള വണ്ടിയാണ്, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഔട്ടാവും, വേറെ വണ്ടി വരും. അപ്പോൾ വാഹനത്തോട്, ചിലർക്ക് വാച്ചിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും, ചില ആൾക്ക് മൊബൈൽ ഫോണോട് ക്രേസ്. ഇത് പരിധി വിട്ടുപോയാൽ അതിര് വിടും. നിബിധങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞതിൽ പെട്ടുപോകും. പാകത്തിന് മതി, ആവശ്യത്തിന് ഉപയോഗിക്കുക. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? ആ വണ്ടി ഉപയോഗിച്ച് നീ പള്ളി പോകുന്നുണ്ടോ? ആ വണ്ടി ഉപയോഗിച്ചിട്ട് നീ വാത് കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ആ വണ്ടി ഉപയോഗിച്ച് ദഅവത്തിന് പോകുന്നുണ്ടോ? ആ വണ്ടി ഓടിച്ചിട്ട് ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? അതൊരു വസീലയല്ലേ? ഇറ്റ്സ് എ മീഡിയം. അതൊരു ഒരു 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 മീഡിയമാണ്. അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം അല്ലേ? പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിട്ട് പൈസ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തിന് പൈസ ഉണ്ടാക്കുന്നു? ഞാൻ അള്ളാഹ് പൈസ എന്നാൽ ഒരു പള്ളി ഉണ്ടാക്കും, മാഷാ അല്ലാഹ്, ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കും, അൽഹംദുലില്ലാ, അതൊക്കെ ഒരു നല്ല പരിപാടിയാണ്. നേരെ മറിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബാങ്കിൽ ഒരുമിച്ച് എന്നിട്ടങ്ങ് മരിച്ചു പോവുക, വല്ല കാര്യമുണ്ടോ? അയാൾ സ്വതക്കം ചെയ്തില്ല, ദാനവും ചെയ്തില്ല, സകാത്തും കൊടുത്തില്ല. ആ സമ്പത്തിനോട് അള്ളാഹുവിനോട് വിചാരണ പറയണ്ടേ, ഹിസാബ് ചെയ്യണ്ടേ? തങ്ങൾ പറയാ, പൈസയെ ആരാധിക്കുന്നവര്, വസ്ത്രങ്ങളെ ആരാധിക്കുന്നവര്, വാഹനങ്ങളെ ആരാധിക്കുന്നവര്, അവര് നശിച്ചു. പിന്നെ പറഞ്ഞു എന്തൊരു വാക്കാന്നറിയത്? തങ്ങൾ പറഞ്ഞു അവര് നശിക്കട്ടെ, മുഖം കുത്തി വീഴട്ടെ. പിന്നെ പറഞ്ഞു കാലിൽ മുള്ളു കുത്തിയാൽ ആ മുള്ളു വരെ വലിച്ചൂരാൻ അവർക്ക് പറ്റാതിരിക്കട്ടെ. വല്ലാത്തൊരു വാക്കാണിത്. മുള്ളു കുത്തിയത് എടുക്കാൻ പറ്റാണ്ടിരുന്ന വലിയ വേദനയിലെ വിഷമല്ലേ? തങ്ങൾ പറഞ്ഞു, ഈ പൈസയെ പ്രേമിച്ച് നടക്കുന്നവർ, പൈസയെ ആരാധിക്കുന്നവർ, അതിനുവേണ്ടി എന്തും ചെയ്തു കൂട്ടുന്നവർ, മുള്ളുകുത്തിയാൽ വരെ അവരുടെ കാലിൽ നിന്ന് മുള്ളു പോരാതിരിക്കട്ടെ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദാ ശീക ഫലൻ തഖശ് തഇസ വൻതകസ്. ഇതിനൊക്കെ അല്ലാഹു പറയാ ആരാധന എന്നാ. നമ്മൾ പറയും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആൾക്കാരാ, എന്നിട്ട് സക്കാത്ത് കൊടുക്കൂല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ പറയാം ലാ ഇലാഹ ഇല്ലാ ഫുലൂസ്, പടച്ചോൻ പൈസ ഇല്ലാതെ വേറൊന്നുമില്ല എന്ന സത്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇല്ലല്ലാഹ് എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദുശ് ശൈത്വാൻ. തിന്മകൾ ചെയ്യുന്നവരെ അള്ളാഹു വിളിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നവര് എന്നാണ്. ലഹരി അടിച്ച് നടക്കാൻ, കള്ളുടിച്ച് നടക്കാൻ, ഫുൾ സമയം ആൾ ടോക്സിന, വിഷമാണ്, ലഹരിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, ടോക്സിക്കാണ്. അങ്ങനെ ഇൻടോക്സിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പിശാചിനെ അനുസരിച്ചു എന്നല്ല ഖുർആൻ പറഞ്ഞു, അവൻ പിശാചിനെ ആരാധിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, യാ ബനി ആദം, ആദം നബിയുടെ മക്കളെ,
അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദം, സൂറത്തു യാസീനാണത്. അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദുശ് ശൈത്വാൻ, പിശാചിനെ ആരാധിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? മോശപ്പെട്ട ഫിലിം കാണുക, അല്ലെങ്കിൽ മോശപ്പെട്ട ഹറാമായ ചിത്രങ്ങൾ കാണുക, അതിനെ അനുസരിക്കുക. അത് ആരെ അനുസരിക്കുന്നത്? ഇത് ഹറാമാണ്, ഒരു മനുഷ്യൻ്റെ അവറത്തേക്ക് നോക്കാൻ പാടില്ല എന്നാ. പിന്നെ വേറെല്ലോ അവറത്ത് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പിശാച്ചാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പിശാച്ചിനെ ആരാധിക്കരുത്? അള്ളാഹ് പറയണത് പിശാച്ചിനെ അനുസരിക്കുകയാണ് അവിടെ. ആ അനുസരണയെ ഖുർആൻ പറയാൻ നിങ്ങൾ ഇബാദത്താണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ, അവൻ പറഞ്ഞല്ലേ കേൾക്കുന്നുള്ളൂ. അത് നിങ്ങൾ അവനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. പടച്ചോനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തിന്മകൾ സംഭവിച്ചു പോകും മനുഷ്യന്മാരെന്ന്, പക്ഷേ ഉടനെ തൗബ ചെയ്യണം. ഉടനെ തൗബ, അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. ഉടനെ തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്. ചില ആളുകളുടെ ആരാധ്യവസ്തു അവരുടെ ശരീരമാണ്. പെൺകുട്ടികൾ ഹിജാബ് എടുത്ത് ഊരുമ്പോൾ എന്തിനു മോളെ നീ ഹിജാബ് എടുത്തു മാറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം, എൻ്റെ ഫ്രണ്ട്സിന് അത് ഇഷ്ടാവുന്നില്ല. ചിലർ പറയും അതിട്ടിട്ട് എനിക്കൊരു ഭംഗി തോന്നുന്നില്ല. ചിലർ പറയും ഞാൻ ഒറ്റയ്ക്ക് ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയാ ഒറ്റക്കിട്ട് നടക്കുക, അപ്പൊ ഞാനങ്ങ് ഊരിക്കളഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴേ ചിലർ ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയും എനിക്കത് ഇഷ്ടമല്ല. അള്ളാഹുവിൻ്റെ ഒരു നിയമം നിനക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നീ അനുസരിക്കുന്നത് ആരെയാ? നിന്റെ സ്വന്തം യുവർ ഓൺ ബോഡിലി caprices and passions, നിങ്ങളുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. യു ആർ നോട്ട് ഒബേയിങ് അല്ലാഹ്. അപ്പോൾ അല്ലാഹു തആല പറയാണ് യു വർഷിപ്പിംഗ് യുവർ സെൽഫ്, നീ നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നീ പടച്ചവനാക്കി മാറ്റിയില്ലയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. യാ അല്ലാഹ്, ذلك بأنهم اتبعوا ما أسخط الله وكرهوا رضوانه فأحبط أعمالهم. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അവരെ പിന്തുടരുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടം അവർ വേണ്ടെന്ന് വെക്കുകയും ചെയ്തവരല്ലയോ? ഫഅഹ്ബത അഅമാലഹും, അവരുടെ കർമ്മങ്ങളെ അള്ളാഹു പൊളിച്ചു കളയുന്നുവെന്ന് വിശുദ്ധമായ ഖുർആൻ. ഹസൻ അൽ ബസ്രി തങ്ങൾ അതുകൊണ്ടാണ് പറയാറുള്ളത്, യഅലം അന്നക ലൻ തുഹിബ്ബല്ലാഹ ഹത്താ തുഹിബ്ബ ത്വാഅതഹ്. You don't love Allah until you love His obedience. അള്ളാഹുവിനെ അനുസരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് അള്ളാഹിനോട് സ്നേഹമില്ല. അള്ളാഹിനോട് സ്നേഹമുണ്ട്. We may claim we love Allah. ചിലർ അങ്ങനെ പറയാം അള്ളാഹിനെ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ how do you prove it if you don't obey Allah? അള്ളാഹുവിനെ അനുസരിക്കാതെ എങ്ങനെ തെളിയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹിനോട് സ്നേഹമുണ്ടോ, you should obey Allah and His rules. നീ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. ഹസൻ അൽ ബസ്രി തങ്ങൾ പറയാ, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബികളിൽ ചില ആളുകളെങ്കിലും മിന്നാ നുഹിബ്ബു റബ്ബനാ ഹുബ്ബൻ ശദീദാ, ഞങ്ങൾക്ക് അല്ലാഹുവിനോട് നല്ല സ്നേഹമാണ്, ഞങ്ങൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടമാണ് എന്ന് ഒരു വിഭാഗം സ്വഹാബിമാർ പറയുകയും ആ പറഞ്ഞതിന് പ്രത്യക്ഷമായ തെളിവുകൾ ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു ഇറക്കിയ ആയത്താണ് സൂറത്തു ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്ത്. فأحب الله أن يجعل لحبه علما. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന് ഒരു തെളിവ് അല്ലാഹു കൊണ്ടുവന്നു സൂറത്ത് ആലി ഇംറാനിൽ. എല്ലാവരും പറയുന്നു ഞങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു. എവരിബഡി ക്ലെയിംസ്. അപ്പോൾ അതിന് there should be a proof. എന്താ പ്രൂഫ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബബുകുമുല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. നിങ്ങൾക്ക് റബ്ബിനോട് സ്നേഹമുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ എൻ്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞ ഹദീസ് അംഗീകരിക്കണം. ചില വിവരമില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അവർ പറയും ഖുർആൻ ഞാൻ അത് അംഗീകരിക്കും, ഹദീസ് അത് പിന്നെ ലൈഫും ഹസനും സഹീഹ് പലതുണ്ടല്ലോ, അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഖുർആൻ മാത്രമാണ്. ആൾക്ക് വിവരമില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ 5 നിസ്കാരത്തിൻ്റെ പേര് ഖുർആനിൽ കിട്ടുമോ? കിട്ടൂല.
ഒതുടുക്കൽ എങ്ങനെയെന്ന് ഖുർആൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുമോ? പൂർണ്ണരൂപം കിട്ടൂല. നിസ്കാരത്തിന്റെ സമയം അല്ലാഹു തആല പറഞ്ഞിരുന്നുണ്ടോ? ഇതൊക്കെ പറയുന്ന ഖുർആൻ ആയിരക്കണക്കിന് പേജാവൂലേ? ഖുർആൻ ഒറ്റ കാര്യം പറയും, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഓ മൈ മെസഞ്ചർ, യു ഷുഡ് എക്സ്പ്ലെയിൻ ടു ദം വാട്ട് ഹാസ് ബീൻ റിവീൽഡ് ടു യു. നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഈ ഖുർആൻ നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അപ്പോൾ അത് കിട്ടൽ എവിടെന്നാ? ഹദീസ് എന്നാ കിട്ടുള്ളൂ. ഹദീസ് അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റൂല. കാരണം ഖുർആൻ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ ഖുർആൻ പറയാണ് എൻ്റെ റസൂൽ ഇത് വിവരിച്ചിരുന്നു. അപ്പോൾ ഖുർആൻ അനുസരിക്കുകയാണെങ്കിൽ ഹദീസ് അനുസരിക്കണം എന്നല്ലേ എൻ്റെ അർത്ഥം. ഖുർആൻ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹ് പറയാണ് എൻ്റെ റസൂൽ അത് വിവരിച്ചിരുള്ളൂ, ഞാനിവിടെ വിവരിച്ചു. സക്കാത്ത് 10 പവൻ സ്വർണത്തിന് എത്രയാ സക്കാത്ത്? മൈനുകൾക്ക് സക്കാത്തുണ്ടോ? കുതിരക്ക് സക്കാത്തുണ്ടോ? പൈസക്ക് എങ്ങനെയാണ് സക്കാത്ത്? ഒരു ട്രഷർ, ഒരു നിധി കിട്ടി, അതിന് സക്കാത്തുണ്ടോ? ഇതൊക്കെ ഹദീസാ വിവരിച്ചില്ല. അള്ളാഹ് പറയും സക്കാത്ത് കൊടുക്കണം എന്നാ പറയാ. എത്രയാ കൊടുക്കേണ്ടത്? കണക്ക് പറഞ്ഞില്ല ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഹദീസില്ലെങ്കിൽ ഇസ്ലാം മനസ്സിലാവൂല. തങ്ങളുടെ ഹദീസില്ലെങ്കിൽ ഖുർആന്റെ പഠനം പൂർത്തിയാവൂല. അതുകൊണ്ട് വിവരമില്ലാത്തവർ പറയുന്ന കൂട്ട് അങ്ങനെ പറഞ്ഞു പോവരുത്, അത് വിവരക്കേടാണ്. ഹബീബായ നബി തങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? അവരാണ് എന്നെ അംഗീകരിക്കുന്നത്, അവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. ഹബീബായ നബിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നബി തങ്ങളെ അംഗീകരിക്കാൻ കഴിയൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാസുൻ മൻ കുന്ന ഫീഹി, 3 കാര്യങ്ങളുണ്ട്, 3 വിഷയങ്ങൾ. മൻ കുന്ന ഫീഹി, ആ 3 വിഷയങ്ങൾ നിങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ വജദ ബിഹിൻ ഹലാവതൽ ഈമാൻ, ഈമാനിന്റെ മധുരം നിങ്ങൾക്കറിയാൻ പറ്റും. 3 things if you do, you will taste the sweetness of your faith. നമ്മുടെ ഫെയ്ത്തിന്റെ, വിശ്വാസത്തിന്റെ മധുരം അറിയാൻ പറ്റും. 3 കാര്യങ്ങൾ അതിൽ പറഞ്ഞ ഒന്നാമത്തെ എന്താണെന്നറിയോ? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. Allah and his messenger should be more dearer to you than anybody else. അല്ലാഹും റസൂലും മറ്റാരെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാകണം. ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് ചെറുപ്പക്കാരിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ മലയാളം തിരിയാതിരുന്നാന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കാരണം ഇതെന്താ ഈ മൂലയിൽ പറയേണ്ടത്? ഞങ്ങൾക്ക് മലയാളം എന്ന് കന്നഡയിലെ പറയുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോവരുത്. ഇവിടേക്ക് മലയാളികൾ, മലയാളം അറിയാത്തവരോ തിരിയാത്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയണം. ബമ്പ് കെട്ടാൻ വേണ്ടി പറയല്ല. അവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവരറിയണം. ഒരു മജ്ലിസിൽ ഇരുന്നിട്ടൊക്കെ ഒന്നും തിരിയാണ്ട് എണീറ്റ് പോവരുത്. 3 വിഷയങ്ങൾ ഖൽബിലുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം അറിയുന്ന. അത് ആദ്യത്തെ എന്താണെന്നറിയോ? അല്ലാഹും റസൂലും എന്തിനേക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടതാവണം. ഇപ്പുറത്ത് ഈ ബിൽഡിങ്ങിന്റെ തൊട്ടുപുറത്ത് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. സപ്പോസ് അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക, ഒരു ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുക, ഇവിടെ ഒരു വാദം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെ വരും? അതൊക്കെ ടെസ്റ്റ്. ഇപ്പോൾ വേറെ ലോകകപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ സമയത്ത് ഒരു ലോകകപ്പ് നടക്കണ്ടെങ്കിൽ കുട്ടികളോട് ഇരിക്കുമോ? നിങ്ങൾക്ക് അല്ലാഹു റസൂലാണോ ക്രിക്കറ്റിനേക്കാളും ഫുട്ബോളിനേക്കാളും ഇഷ്ടം? അങ്ങനെ ആണെങ്കിലേ ഈമാന്റെ മധുരം അറിയുള്ളൂ. ഇപ്പോൾ മാച്ചൊന്നും നടക്കാത്തതുകൊണ്ട് ആ ടെസ്റ്റ് നടക്കൂല. അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ക്രിക്കറ്റ് മാച്ച് ഫൈനൽ നടക്കുമ്പോൾ വേദന ആളെ കിട്ടുന്നില്ല. എന്തേ? ആരും വരൂല ഉസ്താദേ, ഓലൊക്കെ ടിവിൻ്റെ മുമ്പിലായിരിക്കും. എന്തേ? അതൊക്കെ കഴിഞ്ഞു വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വരാം. അതൊഴിവാക്കിയിട്ട് ഇതിന് വരാൻ ഞങ്ങളെ കൊണ്ട് കിട്ടൂല. പോയി കഴിഞ്ഞു, ഔട്ടായി. അള്ളാഹിന്റെ ടെസ്റ്റിൽ നിന്ന് പൊളിഞ്ഞുപോയി, നമ്മൾ പരാജയപ്പെട്ടു. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. You should love Allah and the messenger more than anything else. Let it be your games, your friends or your hangouts, whatsoever. അല്ലാഹും അവൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ പറ്റണം. അതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? ഈമാൻ അതാണ്. അതിനാണ് ഈമാൻ എന്ന് പറയാൻ. വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലി നടന്നുകൊണ്ട് നമ്മുടെ ഈമാൻ പൂർത്തിയാവുന്നുണ്ടോ? അള്ളാഹിനെ പറ്റി മനസ്സിലാക്കണ്ടേ? ആ ഒരു വാക്ക് ചൊല്ലൽ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടെങ്കിൽ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. ولا يزال عبدي يتقرب الي بالنوافل حتى احبه. സുന്നത്തെടുക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മഹബ്ബത്ത് അവർക്ക് ലഭിക്കും. അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ ചില കാരണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. പിന്നെ പറഞ്ഞു അള്ളാഹും റസൂലുമായിരിക്കണം എല്ലാറ്റിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പറഞ്ഞു സുന്നത്തെടുക്കണം.
ഫർള് മാത്രം എടുത്ത് ഓടിയാൽ പോരാ. പക്ഷെ ഫർള് മാത്രമേ ചെയ്യുള്ളൂ നബിയെ, ഏറെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ ആൾക്കും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ മഹബത്ത് കിട്ടുമെന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തെന്ന് വരും. പക്ഷെ നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതും കയറി വന്നുകൊണ്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നതും ഒരുപോലെയാണോ? അല്ല. അള്ളാഹ് സ്വർഗത്തിൽ കടത്തിയേക്കും, പക്ഷേ സ്നേഹം കൊണ്ട് കടത്തുന്നത് സുന്നത്തെടുക്കുന്നവർക്കാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് ഓടണ്ടെന്ന് പറയുന്നത്. അവിടെ ദിക്റും തസ്ബീഹും ഒക്കെ ഇരുന്ന് ചൊല്ലിയിട്ട് റാഹത്തിൽ എണീറ്റ് പോയാൽ മതി. എന്തേ? സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് ചെയ്യുന്നവർക്കേ അള്ളാഹുവിന്റെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ പറ്റൂ, അവർക്ക് വലിയാവാൻ പറ്റുള്ളൂ. ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാണ്. അള്ളാഹു യുഹിബ്ബുഹും വയുഹിബ്ബൂന, അവർക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമാണ്. അതിനെന്ത് ചെയ്യണം? സുന്നത്തെടുക്കണം. അള്ളാഹിന്റെ മഹബത്ത് ഖൽബ് കണ്ട് കയറിയപ്പോ ഫറോവയുടെ കൂടെയുണ്ടായിരുന്ന മജീഷ്യൻസ്, സാഹിരീങ്ങൾ, അവര് മുഴുവനും അവരുടെ കൊച്ചു കൊച്ചു കയറുകളും കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും പാമ്പുകളായി ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഗാലറികളിൽ നിന്ന് വിളിച്ചു കൂവുകയാണ്, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരു വടിയും കൈ പിടിച്ച് നിൽക്കാൻ, അല്ലാഹുവേ ഞാൻ എന്ത് ചെയ്യും? ആയിരക്കണക്കിന് മജീഷ്യന്മാരായി ഇവിടെ ഈ പാമ്പുകളെയും കൊണ്ട് കളിക്കുന്നത്. അവർക്ക് തോന്നി യുഖയ്യലു ഇലൈഹിം മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അതൊരു മാജിക്കായി, ഇല്യൂഷനായിരുന്നു. ഇറ്റ് സീംസ് ടു ദം ദാറ്റ് ദേ ആർ ക്രീപ്പിംഗ്, അത് ഇങ്ങനെ ഇങ്ങനെ അഴിഞ്ഞു നടക്കുകയാണ് എന്ന് സിഹറിന്റെ മാജിക് കൊണ്ട് ആളുകൾക്ക് തോന്നി. പക്ഷെ സത്യത്തിൽ ഇത് കയർ തന്നെയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. മൂസാ നബിയോട് അള്ളാഹുവിന്റെ മറുപടി, മൂസാ നബിയെ അൽഖി അസാക്, ആ വടി കിട്ടോളൂ. ആ വടി ഒരു മഹാസർപ്പമായി, ഹ്യൂജ് സർപ്പൻസ്. എന്നിട്ട് ആ വടികളും കയറുകളൊക്കെ ഉണ്ടായി പാമ്പായി തോന്നിയിരുന്നത് മുഴുവനും അതങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. ഇറ്റ് swallowed everything. ഇത് കണ്ടപ്പോ മജീഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു, മാജിക് കൊണ്ട് ഈ മാജിക്കിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇത് മാജിക് അല്ല, ദിസ് ഈസ് എ മിറക്കിൾ. ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. എല്ലാവരും സുജൂദിൽ വീണു. അപ്പൊ ഫറോവ ഗാലറി ഇരിക്കുന്നുണ്ട്. ഫറോവ പറഞ്ഞു, എന്റെ മജീഷ്യന്മാർ, നിങ്ങളെ ഞാനാണ് സ്പോൺസർ ചെയ്തത്, നിങ്ങൾ എന്റെ സ്പോൺസേർഡ് ആളുകളാണ്. ഞാനിവിടെ കൊണ്ടുവന്നത് മൂസ നബിയെ പരാജയപ്പെടുത്താനാണ്. നിങ്ങളിപ്പോ അയാളുടെ കൂടെ കൂടിയോ? ലൗ ഖത്അന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്, ഞാൻ നിങ്ങളുടെ കൈയും കാലും ഓപ്പോസിറ്റ് ആയിട്ട് മുറിക്കും എന്ന് പറഞ്ഞർത്ഥം, വലത്തെ കൈ മുറിക്കും, ഇടത്തെ കാലും മുറിക്കും. നടക്കാൻ പറ്റുമോ? എണീക്കാൻ പറ്റുമോ? വേദന എന്തായിരിക്കും? നിങ്ങളെ ഞാൻ വലത് കൈയും ഇടതേ കാലും മുറിക്കും, അല്ലെ ഇടത് കൈയും വലത്തെ കാലും മുറിക്കും, നിങ്ങളെ ഞാൻ കൊല്ലുന്നു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഈമാനിന്റെ മധുരം ഹൃദയത്തിലേക്ക് കയറിയതിന്റെ പേരിൽ ആ മജീഷ്യന്മാർ മുഴുവനും ഫറോവയോട് വിളിച്ചു പറഞ്ഞു, ഫഖ്ളി മാ അൻത ഖാൽ, ഫറോവ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തോ നീ ഇവിടെ ചെയ്തോ. ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ലോകത്തല്ലേ നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ, ഞങ്ങൾ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, ഞങ്ങൾ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നവരാണ്. സെക്കൻഡ് കൊണ്ടാണ് ഈ മറിച്ചിൽ. നമ്മൾ ആലോചിക്കണം. അതുവരെ മൂസ നബിയെ വിശ്വസിക്കാതെ, മൂസ നബിയെ പരിഹസിച്ച്, പ്രവാചകനായ മൂസ നബിയെ നിലംപരിശാക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന ഈ മജീഷ്യന്മാരാണ് ഫറോവ, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൊല്ലാം, നീ വേണ്ടത് ചെയ്തോ, ഞങ്ങൾക്കത് വിഷയമല്ല. അള്ളാന്റെ മഹബത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ മാത്രം ധൈര്യം അവർക്ക് വന്നത് ഈമാനിന്റെ അങ്ങേയറ്റത്തെ വലിയൊരു അടയാളമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവർ വിശ്വസിച്ചു. അവർക്ക് ഷഹീദുകളായി, ശുഹദാക്കളാണ്. മൂസ നബിയുടെ ഉമ്മത്തിലെ ആദ്യത്തെ ശുഹദാക്കളാണ് അവർ. അവരെ മുഴുവൻ അയാൾ കൊന്നുകളഞ്ഞു. ദുഷ്ടനായിരുന്ന ഫറോവ എന്താ അവര് പറഞ്ഞ മറുപടി അറിയോ? ഫറോവ ഫഖ്ളി മാ അൻത ഖാൽ, നീ വേണ്ടതങ്ങ് ചെയ്തോ, വി ഡോണ്ട് കെയർ, ഞങ്ങൾക്കത് വിഷയമല്ല. ഇത് പറയാൻ മാത്രം ഈമാൻ കിട്ടി. നമ്മൾ 30, 20, 50, 60 വയസ്സായിട്ട് നമ്മൾ ഒരുത്തം വന്ന് പേടിപ്പിച്ചാൽ നമ്മളിത് പറയാൻ ധൈര്യമുണ്ടോ? നീ വേണ്ടത് ചെയ്തോ, ഞാൻ ഈമാനിലേ നിൽക്കൂ, എൻ്റെ ഈമാൻ എൻ്റെ ജീവനേക്കാളും വലുതാണ്. ഇത് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നുണ്ടോ?
സെക്കൻഡുകൾക്ക് മുമ്പ് വരെ കാഫിറുകളായിരുന്ന ഈ സാഹിര്യങ്ങൾ സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ഫറോവയോട്, നീ ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ല്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കും, ഇത് പ്രവാചകനാണ്, ഇത് മുഅ്ജിസത്താണ്, ഇത് സിഹറല്ല, മാജിക് അല്ല എന്ന് ആ ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ അവിടെയൊക്കെ ഈമാൻ എവിടെയാണ് കിടക്കണത്? വെറുതെ അങ്ങോട്ട് കെലിമ ചൊല്ലിപ്പോയാൽ സ്വർഗം തുറന്നു നെഞ്ചിരിക്കുക കയറിക്കോന്ന്? അല്ലല്ല, അല അറിയണം, ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ. Remember, the commodity of Allah is expensive. Ala wahiyal jannah. And Allah's commodity is the paradise. അള്ളാഹുവിൻ്റെ ചരക്കിന് വിലയുണ്ട്. അത് വിലയില്ലാത്ത ചീപ്പ് സാധനമല്ല. അള്ളാഹുവിൻ്റെ ചരക്കിന് വിലയുണ്ട്. റബ്ബിൻ്റെ ചരക്ക് സ്വർഗമാണ്. You will have to pay for that. എന്താ നമ്മുടെ കയ്യിലുള്ളത്? റമളാനാ വരാൻ നിൽക്കുന്നത്. ഈമാനൊക്കെ ഒന്ന് ഉഷാറാക്കണ്ടേ? ഈമാൻ സടകുടഞ്ഞ് എഴുന്നേൽക്കണ്ടേ? അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കണ്ടേ? കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് മടങ്ങണ്ടയോ? യാ അല്ലാഹ്. അല്ലാമ ഇബ്നു റജബ് അൽ ഹംബലി തങ്ങൾ പറയാണ്, യാ അബ്ദല്ലാഹ്, മുഅ്മിനീങ്ങളെ, ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻ. ഹിക്മത്താണ്. യാ അല്ലാഹ്, വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. Whoever is bestowed with wisdom, they have been given abundance goodness. ഇത് words of wisdom, മനോഹരമായ തത്വവചനങ്ങളാണ് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി പറയുന്നത്. എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ഉഅ്ബുദില്ലാഹ് ലിമുറാദിഹി മിൻക. അല്ലാഹു എന്തിനാണോ നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ അള്ളാന്റെ മുറാദ് ഏതാണോ ആ മുറാദിന് വേണ്ടി നീ ഇബാദത്ത് ചെയ്യ്. ലാ ലിമുറാദിക മിൻഹു. നിനക്ക് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല നീ ഇബാദത്ത് ചെയ്യേണ്ടത്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരു കാര്യം നേടാനുണ്ടെങ്കിൽ വല്ലാത്ത ഇബാദത്ത്, കാര്യം നേടിയാൽ അങ്ങ് നിർത്തിപ്പോവും. ഒരു കാര്യം നേടാൻ നമ്മൾ ഖുർആൻ ഒരു കുഴപ്പമില്ല, നല്ല തന്നെയാണ്. പക്ഷേ കാര്യം സാധ്യമായാലും അത് കൊണ്ട് നടക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ വെച്ച് നിർത്താനായിട്ടായോ? നിർത്താനായോ പറഞ്ഞേക്കേ. തങ്ങൾ പാപ്പ വന്നാൽ നിർത്തേ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പരിപാടിക്ക് ഭീമമായ ചെലവുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കണം, നന്നായിട്ട് സഹായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഖൈറിലാക്കി തരട്ടെ. ഞാനേ എൻ്റെ അടുത്ത് ദുബൈൻ്റെ സാധനമേ ഉള്ളൂ. എൻ്റെ ഷാഫി തരും. ഷാഫിയുടെ അവിടെ നോക്കിക്കൊടുക്കുമോ? സ്വാഗതം നോക്കിക്കോളെ ഇൻഷാ അല്ലാഹ്. ആ ബിസ്മില്ലാ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ഒന്ന് റാഹത്തിൽ ഒരു ഒറ്റ സ്വലാത്ത് ചൊല്ലിയിരിക്കല്ലേ? മൂന്നെണ്ണം ചൊല്ലിക്കാൻ നേരം കിട്ടുന്നില്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പേഴ്സൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ലതെന്ന് എടുത്ത് വെച്ചേക്ക്. വേഗം അവർ വരുമ്പോൾ ഞാൻ നേരം വൈകണ്ട, പെട്ടെന്ന് കൊടുക്കുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഈ ചെയ്യുന്ന സ്വതക്ക കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ബലപ്പെടുത്തി തരട്ടെ. നല്ല നിയ്യത്തിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. യാ അബ്ദല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസനെ, ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. ചില ആളുകൾ പറയും, എനിക്ക് അള്ളാഹു സമ്പത്ത് നൽകിയത് എൻ്റെ ഇബാദത്ത് കൊണ്ടാണ്, എൻ്റെ ബിസിനസ് നല്ല നിലക്ക് പോകുന്നത് ഞാൻ ചെയ്ത ഹജ്ജ് കൊണ്ടാണ്, ഉംറ കൊണ്ടാണ്. എനിക്ക് അള്ളാഹു സൗകര്യങ്ങൾ തന്നത് എന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അള്ളാഹു എങ്ങാനും ഒരു രോഗമോ ഒരു പരീക്ഷണമോ കൊടുത്താൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഓടും. അവരൊരിക്കലും പിന്നെ റബ്ബിലേക്ക് വരില്ല. വമിൻഹും മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. ചില ആളുകൾ തെല്ലിൽ നിന്നുകൊണ്ട്, വക്കിൽ നിന്ന്, എഡ്ജിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. കാര്യം നേടാൻ മാത്രം. എന്തെങ്കിലും ഒരു ആവശ്യം മുമ്പിലുണ്ടോ? നടുക്കടലിൽ പെട്ടു, ഫ്ലൈറ്റൊക്കെ ടെർബുലൻസ് വരും, ഇങ്ങനെ എയർപോക്കറ്റിൽ പെട്ടു ആകെ നമ്മൾ വിചാരിക്കും പൊട്ടിപ്പൊളിഞ്ഞ് ചാടുമെന്ന്. ചാടലൊന്നുമില്ല, പോയിക്കൊണ്ടിരിക്കുന്ന സാധനം വീഴാറ് വളരെ കുറവാണ്. ഈ ലാൻഡ് ചെയ്യുമ്പോഴോ പൊങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും സംഭവിക്കാറുള്ളൂ. സാധാരണ അങ്ങനെയാണ്. പക്ഷേ ഭയങ്കര കെലിമയൊക്കെ കേൾക്കാം.
യാ അല്ലാഹ്, അതുവരെ ഗെയിം കളിച്ചിരിക്കുക കാരണം ഇതങ്ങ് ആടാൻ തുടങ്ങിയാൽ അതുവരെ സിനിമ കണ്ടോ മുഴുവൻ നിർത്തിച്ചിട്ട് പിന്നെ മുസാഫ് തപ്പിത്തരാ ആകാശത്തെ, അതുവരെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാകും. അപ്പം അങ്ങോട്ട് തുടങ്ങും ചൊല്ലലും പിടിക്കലും. ഇത് വക്കത്ത് നിന്ന് ഇബാദത്ത് ചെയ്യാന്നതിന് പറയാം. വക്കിൽ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വീഴാന്നാണ് തുടങ്ങിയ അപ്പോൾ അവിടെ നിൽക്കും, വക്കിൽ നിൽക്കും. കുറച്ചേ ഒരു ചെയ്യുള്ളൂ. അവിടെ നിന്ന് വക്കിന്നങ്ങ് പോന്നാൽ പിന്നെ ഓരോരോ വഴിക്കങ്ങ് പോവും ചെയ്യും. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അള്ളാഹിനെ പറ്റി ടെസ്റ്റ് ചെയ്യണ്ട. അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹിന്റെ മുറാദ് അതാണ്. ആ മുറാദിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യാൻ, എന്നല്ലാതെ എനിക്ക് അള്ളാഹിനത് കിട്ടേണ്ട ചില മുറാദുണ്ട്, അതിനു വേണ്ടിയല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. മുറാദ് ഉണ്ടെങ്കിൽ തീർച്ചയാക്കിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെന്നറിയോ, ആ മുറാദ് ഹാസിലായാലും ഇല്ലെങ്കിലും ഇബാദത്ത് മുടക്കാൻ പാടില്ല. ചിലർ അങ്ങനെയാ, എന്തെങ്കിലും ആവശ്യം, ഒരു രോഗമുണ്ട്, ആ രോഗം മാറിയ പിന്നെ ചൊല്ലാൻ പറഞ്ഞ ദിക്റൊക്കെ അവിടെ ഇട്ടേച്ചു പോകും. ഇനി മതി, സംഗതി നടന്നല്ലോ, ഇനിയിപ്പോൾ എന്തിനാ. അങ്ങനെയല്ല. യാ ഹാദാ ഉഅ്ബുദില്ലാഹ ലിമുറാദിഹി മിൻക ലാ ലിമുറാദിക മിൻഹു. അള്ളാഹിന്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടാനല്ല നീ ഇബാദത്ത് ചെയ്യുന്നത്, നിന്റെ ചില ലാഭങ്ങൾക്കല്ല. പിന്നെയോ അള്ളാഹു എന്തിനാണോ നിന്നോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അതിനാണ് നീ ചെയ്യേണ്ടത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അറിയണം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്ക്, മാ നളർതു ബിബസ്രി, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുമ്പോഴെല്ലാം, വലാ നതഖതു ബിലിസാനി, എൻ്റെ നാവുകൊണ്ട് ഞാൻ വല്ലതും പറയുമ്പോഴെല്ലാം, വലാ ബതഷ്തു ബിയദി, എൻ്റെ കൈകൊണ്ട് സ്പർശിക്കുമ്പോഴെല്ലാം, വലാ നഹളതു അലാ ഖദമി, എൻ്റെ കാലുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴെല്ലാം, ഹത്താ അൻദുറ അലാ ത്വാഅത്തില്ലാഹ് ഔ അലാ മഅസിയതിഹി, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിനെ അനുസരിക്കലാണോ അള്ളാഹുവിനെ തെറ്റ് ചെയ്യലാണോ എന്ന് ചിന്തിക്കുകയാണ്. അത് അള്ളാഹിൻ്റെ അനുസരണയാണെങ്കിൽ മാത്രമേ ഞാനത് പറയൂ, ഞാനത് തൊടൂ, ഞാനത് നോക്കൂ, ഞാൻ അതിലേക്ക് നടക്കൂ. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ ഞാനത് ചെയ്യാറില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി അലൈഹി. മുൻഗാമികളായ സമുദായങ്ങൾക്ക് അല്ലാഹു നൽകിയ കിതാബുകളിൽ ഉണ്ടത്രേ, മൻ അഹബ്ബല്ലാഹ ലം യകുൻ ശൈഉൻ ഇൻദഹു ആഥറു മിൻ റിളാ. അല്ലാഹനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹന്റെ ഇഷ്ടമാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം. ഇഫ് യു ലവ് അല്ലാഹ് യു വിൽ പ്രിഫർ ഹിസ് പ്ലഷർ ദാൻ എനിത്തിങ് എൽസ്. അല്ലാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്. അതുപോലെ ഹൃദയം ശുദ്ധമാക്കിക്കോളി. സ്വർഗത്തിലേക്ക് പോകാൻ ഇത്രമേൽ എളുപ്പമുള്ളൊരു അമല് വേറെയില്ല. ഖൽബിൽ ആരോടും ദേഷ്യം വെക്കല്ലേ. റമദാനാണ് വരുന്നത്. ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചവർ, ഒരുപാട് നമ്മളെ ദുഃഖിപ്പിച്ചവർ, കരയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി വെച്ചവർ, നമ്മുടെ മേൽ ഭാരം ചുമത്തി വെച്ചവർ, നമ്മളെ ആക്ഷേപിച്ചവർ, നമ്മളെ പരിഹസിച്ചവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ പഠിക്കുന്ന സ്കൂൾ മുതൽ മദ്രസാ കാലം മുതൽ ഇപ്പോഴുണ്ടായിരിക്കും. എല്ലാവർക്കും പുറത്തു കൊടുക്കുക, എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുക, നിരുപാധികം മാപ്പ്. മുത്തനബിയുടെ ഒരു കവിതയുണ്ട്, അയാളുടെ പ്രേമഭാചനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ അത് തൗഹീദിന്റെ മധുരമറിയുന്ന മുഅ്മിനീങ്ങൾക്ക് ഹൃദയം ശുദ്ധമാക്കാൻ നല്ലതാണ്. അറൂഹു വഖദ് ഖതംതു അലാ ഫുആദി ബിഹുബ്ബിക അയ്യഹുല്ല ബിഹി സിവാക. ഞാൻ മെഹബൂബേ നിന്റെ അരികത്ത് നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എൻ്റെ ഹൃദയം സീല് വെച്ച് പൂട്ടിയിരിക്കുന്നു. ഈ ഹൃദയത്തിലേക്ക് ഇനി വേറെ ഒരാളും കയറി വരരുത്. അള്ളാഹുവിനെ പറ്റി എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അള്ളാഹിൻ്റെ മഹബത്തിന് കൂടെ പൈസൻ്റെ മഹബത്ത് അത് വരരുത്. കാറിനോടുള്ള മഹബത്ത് അല്ലെങ്കിൽ ലക്ഷറിയോടുള്ള മഹബത്ത് ഇത് വേണ്ട. മഹബത്ത് അള്ളാഹുവിനാണ്. മറ്റേതൊക്കെ ദുന്യാവിൽ ആവശ്യമുള്ള ഖദർ എന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഫലൗ അന്നിസ്തതഅതു ഗളൽതു തർഫി ഫലം അൻദുർ ബിഹി ഹത്താ അറാക. അല്ലാഹുവേ, എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണ് ഞാൻ പൂട്ടുമായിരുന്നു. ആ കണ്ണ് ഞാൻ തുറക്കുന്നത് റബ്ബേ നിന്നെ കാണുമ്പോഴായിരിക്കും. If I could, I would close my eyes and I would open it only when I see you, Allah.
നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹുവേ നിന്നെ കാണുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണ് തുറക്കുള്ളൂ, അതുവരെ കണ്ണുപൂട്ടി നടക്കാൻ എൻ്റെ ആഗ്രഹം പടച്ചവനെ. മൂപ്പരുടെ പ്രേമഭാജ ലവറെ കുറിച്ച് പറഞ്ഞതാ. വേറെ ആരും കാണണ്ട, എനിക്ക് നിന്നെ മാത്രം കണ്ടാൽ മതി. പക്ഷെ അത് നമ്മൾ ഈമാനിൻ്റെ വശത്തേക്ക് എടുത്തു നോക്കൂ, പറ്റുമെങ്കിൽ അങ്ങനെയാണ്. أحبك لا ببعضي بل بكلي وإن لم يبق حبك لي حراكا. നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, എൻ്റെ ശരീരം മുഴുവനുമാണ് നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ സ്നേഹം കൊണ്ട് എനിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഫിൽ അഹ്ബാബി മഖ്സൂസും ബിവജ്ദിൻ വആഖറു യദ്ദഈ മഅഹു ഇശ്തിറാകാ. സ്നേഹിക്കുന്നവർ ഒരാളെ മാത്രം മറ്റൊരാളെയും സ്നേഹിക്കാതെ ഒറ്റക്ക് സ്നേഹിക്കുന്നവരുണ്ട്. ചില ആളുകൾ തൻ്റെ സ്നേഹത്തോടൊപ്പം മറ്റു പലരെയും ചേർത്ത് വെക്കുന്നവരുണ്ട്. എന്നാൽ അല്ലാഹുവേ എൻ്റെ സ്നേഹത്തിൽ നീ മാത്രമാണ്. എങ്ങനെ അറിയും സ്നേഹം അങ്ങനെയാണെന്ന്? ഇദശ്തബകത് ദുമൂഉൻ ഫീ ഖുദൂദിൻ തബയ്യന മൻ ബകാ മിമ്മൻ തബാകാ. കവിളിലൂടെ കണ്ണുനീര് ചാലിട്ട് ഒഴുകുമ്പോൾ അറിയാം ആരാണ് ശരിക്കും കരയുന്നത്, ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന്. മരിച്ച വീട്ടിൽ സങ്കടപ്പെട്ട് കരയുന്നുണ്ടാവും, അത് ചിലർ വെറുതെ ആക്ട് ചെയ്യായിരിക്കും, ചിലർ ശരിക്കും കരയായിരിക്കും. കണ്ണുനീര് കാണുമ്പോൾ അറിയാം ആരാണ് ശരിക്ക് കരയുന്നത്, ആരാണ് ഉണ്ടാക്കി കരയുന്നത് എന്ന്. ആരുടെ ക്രൈ ആണ് ഫേക്ക്, ആരുടേതാണ് ജെനുവിൻ, ഇത് അവരുടെ you could identify from the tears on the cheek. കാണാൻ പറ്റും. فأما من بكى فيذوب وجدا وينطق بالهوى من قد تشاكى. സ്നേഹിക്കുന്നവർ സ്നേഹം കൊണ്ട് അലിഞ്ഞു പോവുകയാണ്. Those who love sincerely, they may melt in love. وَيَنْتِقُ بِالْهَوَى مَنْ قَدْ تَشَاكَى. And those who pretend to be loving, they would be expressive, they would be talking a lot, but their heart is not loving really. ഹൃദയം കൊണ്ട് ശരിക്ക് സ്നേഹിക്കാതെ നാവുകൊണ്ട് വെറുതെ പറയുന്നവർ, അത് ഉണ്ടാക്കുന്ന കാണിച്ചു വെക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ഒരു വാക്കുപോലും പറയാതെ ആ സ്നേഹത്തിൽ അലിഞ്ഞു പോകുന്ന ആളുകൾ സ്നേഹിക്കുന്നത് വല്ലാത്ത സ്നേഹമാണ്. നമുക്ക് അല്ലാഹുവിനോട് അങ്ങനെ ഒരു സ്നേഹം ഖൽബിൻ്റെ ഉള്ളിൽ തോന്നണ്ടേ? റബ്ബ് നമുക്ക് റമളാൻ എന്ന വസന്തം നൽകി, ഹബീബ് എന്ന അഷ്റഫുൽ ഖൽഖിനെ നമ്മുടെ നബിയായി തന്നു, റബ്ബിന്റെ കലാം വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു, ലൈലത്തുൽ ഖദ്ർ തരാൻ പോകുന്നു. എല്ലാം തന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരിൻ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു ഈസ് ഇൻവൈറ്റിംഗ് യു ടു ദ ഹൗസ് ഓഫ് പീസ്. സമാധാനത്തിന്റെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. യദ്ഉ, അല്ലാഹു വെറുതെ വിളിക്കാനാണ്. ശരിക്കും ഭക്ഷണത്തിന് ആളയച്ച് ക്ഷണിച്ചു വരുത്തുന്നതിനാ ശരിക്കും യദ്ഉ എന്ന് പറയാ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മൾ കുതിരയോട് ഞാനില്ല, ആ വഴിക്ക് ഞാനില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹൃദയത്തിൽ, അല്ലാഹുവിനോടുള്ള ഹൃദയത്തിൽ, ഹൃദയത്തിൽ കലർപ്പില്ലാത്ത സ്നേഹം അല്ലാഹു നമുക്കത് നൽകട്ടെ. എന്ന് വെച്ച് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട എന്നല്ല പറഞ്ഞത്, ഭാര്യയെ, മക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, അവരോടൊന്നും സ്നേഹം വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പരമമായ സ്നേഹം അത് അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു ഏറ്റവും നല്ലത് മാത്രം സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു ശുദ്ധമായ ഹൃദയമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശുദ്ധമായ ഹൃദയത്തോടെ റബ്ബിനെ സ്വീകരിക്കാം. തങ്ങളാണോ? ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ അവസാന ഭാഗം ആയി തുടങ്ങി. പ്രാർത്ഥനയ്ക്ക്, ദിക്ർ, ദുആഇന് നേതൃത്വം കൊടുക്കാനാണ് തങ്ങൾ എത്തുന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങൾ ഫയല് കൂടിയേട്ടാ.
തങ്ങൾ പട്ടിക്കാട് ജാമ്യാനൂരിന്ന് ഫൈലി ബിരുദം വാങ്ങിയ ആളാണ് സാബിഖ് അലി ശഹാബ് തങ്ങൾ അവറുകൾ. അതുകൊണ്ട് വളരെ ആധികാരികമായിട്ട് തന്നെ നല്ലൊരു വയലൊക്കെ തങ്ങൾ സാധാരണ പറയാറുണ്ട്. എന്നിവിടെ സമയമില്ലാത്തത് കൊണ്ട് വയലുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ദുആഇനും ദിക്റിനുമൊക്കെ നേതൃത്വം നൽകി ഇൻഷാ അല്ലാഹ് ഈ പരിപാടിക്ക് ഖിതാമുഹു മിസ്ക്, നല്ലൊരു പരിശുദ്ധ സീല് വെച്ച് ഈ പരിപാടി അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തങ്ങൾക്ക്, നമ്മുടെ സയ്യിദന്മാർ, ഉലമാ, ഉമറാ, ദീനിൻ്റെ ഖാദിമീങ്ങൾക്കൊക്കെ അള്ളാഹു വലിയ തൗഫീഖും അവരുടെ ജീവിതത്തിലൊക്കെ വലിയ വിജയവും എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനുള്ള സമയമായി. അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അനുയായികളായി മുഹബ്ബീങ്ങളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ ഹുമ്മ തുദ്ഹിബുൽ ഖതായ കമാ യുദ്ഹിബുൽ കീറു ഖബത്ത് അൽ ഹദീദ്. സ്വർഗത്തിലേക്ക് ഒരു നിമിഷം പോലും നരകം തൊടാതെ ചില ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇവിടെ തന്നെ ശിക്ഷ കൊടുത്ത് അള്ളാഹു ഡയറക്റ്റ് കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ചിലത് വിശുദ്ധ ഹദീസിൽ കാണാം. തിന്മ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ തിന്മ ചെയ്യൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ, അതിൽ വിശ്വസിക്കുന്നവർ തെറ്റുകൾ ചെയ്യില്ല എന്നതിനർത്ഥമില്ല. തെറ്റ് സംഭവിക്കും. നമ്മളൊക്കെ വി ആർ ഓൾ ഹ്യൂമൻസ്, വി വുഡ് മേക്ക് മിസ്റ്റേക്സ്. പക്ഷേ ഉടനെ തൗബ ചെയ്യും, ഉടനെ അള്ളാഹുലേക്ക് ഇത് തൗബ ചെയ്ത് മടങ്ങും. ഹദീസിൽ കാണാം അൽ ഹുമ്മാ, പനി, പനി, ഫീവർ, അസുഖം. പനി എന്ന് പറയുന്നത് തുദ്ഹിബുൽ ഖതായ, ചെയ്തു പോയ തെറ്റുകളെ ഇല്ലാതെയാക്കും. കമാ യുദ്ഹിബുൽ കീറു ഖബത്തൽ ഹദീദ്, ഇരുമ്പിന്റെ കറകളൊക്കെ ബ്ലാക്ക് സ്മിത്ത് അയാളുടെ ഉലയിൽ ഊച്ചി കാച്ചി എടുത്തിട്ട് അതിൻ്റെ കറ കളയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ തെറ്റുകൾ പനി കാരണം അള്ളാഹു കളയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു ഒരു കഥ പറയുന്നുണ്ട്, ഹദീസിലുണ്ട് സ്വഹീഹ് മുസ്ലിമിൽ. ഒരു അന്ന റജുലൻ റഅംറഅതൻ കാനത് ബഗിയൻ ഫിൽ ജാഹിലിയ്യ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വ്യഭിചാരം ചെയ്തിരുന്ന ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്ന ഒരാൾ. പിന്നെ രണ്ടുപേരും മുസ്ലിമായി. സുമ്മ അസ്ലമാ കിലാഹുമാ, രണ്ടുപേരും മുസ്ലിമാവുകയുണ്ടായി. രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാം കടന്നു വന്നാൽ പിന്നെ അവിഹിതമായ ബന്ധങ്ങളെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ പെണ്ണൊരു വഴിക്ക് വരുന്നു, ഇയാൾ ഇപ്പുറത്തും കടന്നു വരുന്നു. ജാഹിലിയ കാലത്തിലെ കാമുകന്മാർ അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരുടെ പഴയകാലം ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ അവളോടൊന്ന് തമാശ പറയണം. പണ്ടത്തെ ഗേൾഫ്രണ്ടാണ്. എന്തെങ്കിലും ഒന്ന് കുശലം പറയണം, എന്തെങ്കിലും ഒരു തമാശ പറയണമെന്ന് വിചാരിച്ച് ആ പെണ്ണിന്റെ കൈ പിടിക്കാൻ വേണ്ടി ഈ സ്വഹാബി കൈ നീട്ടുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, കൈ തുടരുത്. ഇന്നല്ലാഹ ഖദ് അദ്ഹബ അശ്ശിർക വജാഅ ബിൽ ഇസ്ലാം, ഇസ്ലാം നമുക്ക് അല്ലാഹു നൽകിയല്ലോ, ശിർക്കിന്റെ കാലം കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മളിപ്പോൾ മുസ്ലിമീങ്ങളാണ്. ഞാനും നിങ്ങളും ഭാര്യയും ഭർത്താവുമല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് തൊടാൻ പാടില്ല എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ ഈ സ്വഹാബിക്ക് പെട്ടെന്ന് ബോധം തെളിഞ്ഞു. വേണ്ട ഇനി മിണ്ടാണ്ട് പോയി. ഇന്ന് കോളേജിലൊക്കെ I'm talking to the girls and boys, students. You may think it's okay to put your hand on somebody else's shoulder. A girl on the shoulder of a boy and a boy on the shoulder of a girl. You feel that is friendship. If you are adults, it is not allowed in Islam. Unless you marry her, give her mahar. Until then, it's not allowed. You may call it friendship, you may call it freedom, could be your bestie or whatsoever. These two, a Sahabi and his girlfriend, who was his girlfriend in the pre-Islamic time, when they're meeting together, he wanted to talk to her, he wanted to touch her, and she says, "Ma, don't. Allah has brought us Islam, and Allah has saved us from
ignorance. How can you touch me? I'm not your wife. And the Sahabi leaves her. He repents. He remembers the rules of Allah. He walks away and she walks off. രണ്ടുപേരും തിരിച്ചു നടക്കുകയാണ്. അതാണ് ഇസ്ലാം. പക്ഷേ ഈ സഹാബി ഇങ്ങനെ നോക്കി നടന്ന് അവൾ പോവുകയാണ്. ബാക്കിങ്ങൊക്കെ നോക്കി ഒരു മതിൽ പോയി തലയിടിച്ചു. അങ്ങനെ നെറ്റിയിൽ നിന്ന് ചോര വന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നു. തങ്ങൾ ചോദിച്ചു, എന്തേ പറ്റിയത്? എന്തേ നെറ്റിയിൽ ഇങ്ങനെ മുറിവുണ്ടല്ലോ? പറഞ്ഞു, നബിയെ, കഥ എങ്ങനെയാണ്? എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ തൊടാനൊന്നും പോയില്ല. പക്ഷേ എനിക്ക് അവളെങ്ങനെ നോക്കി നിൽക്കണമെന്ന് തോന്നി. ഇങ്ങനെ ബാക്കോട്ട് നടന്നപ്പോൾ തല ചെന്ന് മുട്ടിയതാണ്. നിനക്കല്ലാഹു ഖൈർ ചെയ്തു. ഇതിന്റെ ശിക്ഷ നാളെ പരലോകത്ത് നൽകേണ്ടതിന് പകരം അല്ലാഹു ഇവിടെ തന്നെ നിനക്ക് നൽകിയിരിക്കുകയാണ്. ദുന്യാവെന്ന് കൊടുക്കൂ. എന്തിനെന്നറിയോ? നാളെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇങ്ങനെയും ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ചില പരീക്ഷണങ്ങളും രോഗങ്ങളും കൊടുത്തുകൊണ്ട്. യാ അല്ലാഹ്, ഖദ് അദ്ഹബല്ലാഹു അശ്ശിർക വജാഅ ബിൽ ഇസ്ലാം. മുഅ്മിനീങ്ങളെ, തിന്മകളിലേക്കുള്ള ലാഞ്ചന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ഈ പെണ്ണ് ആ സ്വഹാബിയോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കുക. തിന്മകളിലേക്ക് മനസ്സ് പോകുമ്പോൾ ആ മഹദി പറഞ്ഞ വാക്കോർക്കണം. ആ പെണ്ണ് വ്യഭിചാരം ചെയ്ത പെണ്ണായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ്. ഇസ്ലാം സ്വീകരിച്ചു. അല്ലാഹു നമുക്ക് ഇസ്ലാം തന്നില്ലയോ, ഇനി നമുക്കത് പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. പിന്നെ ഓർക്കണം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും നേരായ മാർഗത്തിൽ നേർവഴിയിൽ തന്നെ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് നല്ല നിലക്ക് മരിക്കാൻ കഴിയൂ, ഈമാൻ സലാമത്താവൂ. അവർക്കാണ് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് കൈപിടിക്കുന്നത്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് മുഅ്മിനീങ്ങളോടാണ് അല്ലാഹു എന്ന് പറയാ, അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് പറയുന്നത്. അത് ലഭിക്കണമെങ്കിൽ ഞാൻ ഈ തെറ്റ് ചെയ്യരുത് എന്ന് ഓർക്കണം. മൂന്നാമത്തേത്, അല്ലാഹുവിന്റെ കലാമിലെ സൂറത്തുൽ അലഖിലും സൂറത്തുൽ ഫജ്റിലുമുള്ള രണ്ടായത്തുകൾ ഓർമ്മ വരണം. അലം യഅലം ബി അന്നല്ലാഹ യറാഹ്. Don't you know that Allah is watching over you? അല്ലാഹു നിങ്ങളെ വാച്ച് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാഹ്. അല്ലാഹു കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ലേ? സൂറത്തുൽ ഫജ്റിൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ആയത്ത് ഓർമ്മ വരണം. സ്വഹീഹായ ഹദീസിൽ നബി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണമേ, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു നല്ല മനുഷ്യൻ കാണുന്നത് നിങ്ങൾ പേടിക്കുന്ന പോലെ, തെറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആള് കാണുന്നത് നിങ്ങൾക്ക് എത്ര മോശമാണ്, അതുപോലെ അല്ലാഹുവിനെ പേടിക്കണമേ. അല്ലാഹു നമുക്ക് തഖ്വയും ഈമാനും വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പ്രതിഫലമുള്ള മഹത്വമുള്ള ഒരു വചനമാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കാം. തങ്ങളുടെ പ്രാർത്ഥന, ദിക്ർ, ദുആ മജ്ലിസിന് വഴിമാറുകയാണ്. ആ ഒരു സയ്യിദിൻ്റെ ഒരു ആമീനും സയ്യിദിൻ്റെ ഒരു ദുആവും, അതിന് നിങ്ങളൊക്കെ പറയുന്ന ആമീൻ എന്തായിരുന്നാലും അല്ലാഹു അതിന് ഉത്തരം നൽകും. നമ്മുടെ പ്രാർത്ഥനകളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അല്ലാമ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി തആല അലൈഹി കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖു മഅനാഹ, അതിൻ്റെ മഅനയെ വിവരിച്ചുകൊണ്ട് മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയല്ലേ അല്ലാഹു നമ്മളെ പടച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും പഠിപ്പിക്കാനുമല്ലേ പ്രവാചകന്മാർ കടന്നു വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലല്ലയോ, മുർസലീങ്ങളുടെ പ്രാർത്ഥനയല്ലയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്തിൽ നിന്നുള്ള കാവലാണ്. വാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് വാങ്ക് വിളിക്കുന്നത് പുണ്യനബി കേട്ടപ്പോൾ ആ വാങ്കിന് മറുപടിയായി നബി ഞങ്ങൾ പറഞ്ഞു, ഖറജ മിനന്നാർ, നരകത്തിൽ നിന്ന് ആ മുഅദ്ദിന് രക്ഷപ്പെട്ടിരിക്കുന്നു. മുഅദ്ദിനുമാർ ചെയ്യുന്നത് ഭയങ്കരമായ ജോലിയാണ്. അവർ ശമ്പളം വാങ്ങിക്കോട്ടെ, പക്ഷെ മുഅദ്ദിന്റെ നിയ്യത്ത് എന്താവണം? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയായി പണി ചെയ്യുന്നത്, സാലറി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കും എന്നൊരു നിയ്യത്ത് അവിടെ കിടക്കട്ടെ. മുഅദ്ദിനുമാർ ദയവ് ചെയ്ത് പള്ളിയിലെ മൂത്രപ്പുര കഴിപ്പിക്കാനുള്ളതല്ല. മുഅദ്ദിനുമാർ ഒരിക്കലും ചെയ്യിപ്പിക്കരുത്. ഒരിക്കലും ഒരു മുഅദ്ദിന് വാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് മൂത്രപ്പുരയും കക്കൂസും കഴിപ്പിക്കുക മോശമാണ്. ആ മനുഷ്യനെ തരം താഴ്ത്തലാണിത്. നമ്മൾക്കൊക്കെ വേണ്ടി ഉമ്മത്തിന്റെ പ്രതിനിധികളായി അവർ കൊടുക്കുന്ന വാങ്ക് നമ്മൾ കൊടുക്കേണ്ട വാങ്കാണ്. നമുക്ക് വേണ്ടി ഒരാൾ വാങ്ക് വിളിക്കുമ്പോൾ ആ മനുഷ്യനെ കൊണ്ട് കക്കൂസ് കഴിപ്പിക്കുക. ദയവ് ചെയ്ത് പള്ളി കമ്മിറ്റിക്കാർ, നിങ്ങളിവിടെ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും വല്ല മനുഷ്യനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചോളി, അവർക്ക് പൈസ കൊടുത്തോളൂ. മുക്രിമാരെ കൊണ്ടും മുഅദ്ദിനുമാരെ കൊണ്ടും മൂത്രപ്പുര കഴിപ്പിക്കരുത്. വേറെ എന്ത് ജോലികൾ കൊടുത്തോളൂ, ഹുർമത്തുള്ള ജോലി അവരെ ഈ പണിക്ക് കൊടുക്കുക. നമ്മൾ പോയി മൂത്രമൊഴിക്കുന്നത് അവരെ കൊണ്ട് കഴിപ്പിക്കേ. എത്ര വലിയ മോശമാണ് നമ്മളെ ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അഹ്ലുകാർ, 5 നേരം കലിമത്ത് തൗഹീദ് വിളിച്ചു പറയുന്ന ആൾക്കാർ, അവരെ നമ്മൾ നാണം കെടുത്താണോ? ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയൊക്കെ മാമൂലുണ്ടായിരിക്കാം, തിരുത്തുക, ഇനി മുതൽ ചെയ്യരുത്. ഖറജ മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മുഅദ്ദിൻ ആ വാക്ക് പറഞ്ഞു തീരുമ്പോൾ നബി ഞങ്ങൾ പറയാ, ആ മുഅദ്ദിൻ നരകത്തിൽ നിന്ന് പുറത്തു കടന്നു. യാ അല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മഗ്ഫിറത്തിന്റെ കലിമയാണ്, പാപമോചനത്തിന്റെ കലിമത്താണ്. അബൂദർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് കയറാൻ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഇദാ അമിൽത സയ്യിഅതൻ ഫഅമൽ ഹസന, ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നിങ്ങൾ നന്മ ചെയ്യണം. കാരണം യാ റസൂലല്ലാഹ് ഫഇന്നഹാ അശ്റു അംസാലിഹാ, ഒരു തെറ്റിന് ഒരു നന്മ, ഒരു നന്മയെ അള്ളാഹു 10 ആക്കിയിട്ടാ കൂട്ടുക. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ 10 നന്മ ഇപ്പുറത്തതിന് പ്രായശ്ചിത്തം ചെയ്യണം. 10ന് 1 ചെയ്താൽ തന്നെ മതി, 1ന് അള്ളാഹു 10 ആയിട്ടാ കൂട്ടുക. ഒരു തിന്മ ചെയ്താൽ ഒരു നന്മ ഉടനെ ചെയ്യണം. ഇഫ് യു മേക്ക് സംതിങ് റോങ്, ഡു സംതിങ് ഗുഡ്, ബിക്കോസ് എവറി ഗുഡ് ഡീഡ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 10. ഓരോ നന്മക്കും 10 കൂലിയാണ്. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നന്മ ചെയ്യണം. യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മിനൽ ഹസനാത്ത്. അപ്പൊ എന്താ ഈ നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാ? പൈസ കൊടുക്കണം എന്നാണോ? 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണോ? അബൂദർ തങ്ങൾ നമുക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചു. എന്താ നബിയേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു ഹസനത്തല്ലേ? ഹിയ അഹ്സനുൽ ഹസനാത്ത്, നന്മകളിലെ ഏറ്റവും വലിയ നന്മയാണത്. അപ്പൊ ഒരു തെറ്റ് ചെയ്താൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ നിങ്ങളുടെ തെറ്റിനെ പൊറുപ്പിക്കാൻ അത് മതി, ചെറുദോഷങ്ങളാണെങ്കിൽ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരിൽ ഒരാൾ മരണപ്പെട്ടപ്പോ അവരോട് ചോദിച്ചു, എന്താണ് ഖബറിലെ അവസ്ഥ? എന്താണ് ഖബറിലെ അവസ്ഥ? ആ മഹാൻ കൊടുത്ത മറുപടി, മാ അബ്ഖത് ലാ ഇലാഹ ഇല്ലല്ലാഹു ശൈആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം മായ്ച്ചു കളഞ്ഞു തന്നു, എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തന്നു, ഞാൻ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം വഫാത്താകാൻ കിടക്കുമ്പോ മകനോട് പറഞ്ഞു, മോനെ, മുഅ്മിനല്ലാത്ത മോനുണ്ട്, മറ്റു 3 മക്കൾ മുസ്ലിമീങ്ങളാ, ഒരു മോൻ കൻആൻ മുസ്ലിമല്ലായിരുന്നു. 3 മക്കളോടുമായി പറഞ്ഞത്, മോനെ, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണമേ. ഫഇന്ന സ്സമാവാതി സബ്അ, കാരണം 7 ആകാശങ്ങളും വല്ലറദീന സബ്അ, 7 ലെയറുകളുള്ള ഭൂമിയും, ലൗദിഅത് ഫീ കിഫ, ഇതെല്ലാം ഒരു തുലാസിന്റെ ഒരു തട്ടിലും, വൗദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ആ സ്കെയിലിന്റെ തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ, റജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാരമാണ് ഈ പ്രപഞ്ചത്തെക്കാളും കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനനുസരിച്ച് മഅന മനസ്സിലാക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇദാ ഖാലൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സദ്ദഖഹു റബ്ബു, അല്ലാഹു നമ്മളെ സത്യസന്ധരായി അംഗീകരിക്കണമെങ്കിൽ
നമ്മൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഫ്ളലു ദിക്രി അലൽ ഇത്ലാഖ്. എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ദിക്ർ, ഒരു സംശയവും വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അഫ്ളലു ദിക്രി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒറ്റ ഹദീസ് കൂടെ പറയട്ടെ. മൻ ഖാല, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഒരു ദിവസം 100 തവണ ചൊല്ലുക. ഇത് ചൊല്ലാൻ 1 മിനിറ്റ് മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യുഹ്യി വയുമീതു വേണ്ട ഇവിടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ, 100 തവണ ചൊല്ലാൻ ഒരു പക്ഷേ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു 4 5 ചൊല്ലാൻ പറ്റും. അപ്പോൾ നമുക്ക് ആകെ വളരെ കുറഞ്ഞ സമയം വേണ്ടു. ഒരു 10 മിനിറ്റിൻ്റെ അകം 100 ചൊല്ലി തീർക്കാൻ പറ്റും. കാനത് ലഹു അദ്ലു 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലി അല്ലാഹു നൽകും. വകുതിബ ലഹു 100 ഹസന, 100 ഹസനത്ത് അല്ലാഹു രേഖപ്പെടുത്തും. വമുഹിയത് അൻഹു 100 സയ്യിഅ, 100 തെറ്റുകൾ, ചെറുദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു ദിവസം 100 തവണ എല്ലാം മറക്കണ്ട. അദ്കാറു സ്വബാഹ് വൽ മസാഇൽ ഇതൊക്കെ ഉണ്ട്. ഇനി ആ 100 ചൊല്ലിൻ്റെ 100-ലേറെ ആരെങ്കിലും ചൊല്ലിയാൽ നിങ്ങളെക്കാളും കൂലി അവർക്ക് കിട്ടും എന്നല്ലാതെ ഈ പ്രതിഫലത്തോളം എത്താൻ മറ്റൊരു അമലുമില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അങ്ങാടി ടൗണിക്ക് കിടക്കുമ്പോൾ ദിക്റുണ്ട്. അതിൽ യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ. അങ്ങനെ ചൊല്ലിയാൽ 10 ലക്ഷമാണ് അതിൻ്റെ കൂലി. വളരെ പ്രബലമായ ആധികാരികമായ ഹദീസാണിത്. ഇത് വെറുതെ ചില ഫളായിലുൽ ദിക്റൊക്കെ പറയുന്നിടത്ത് ഒരു പക്ഷേ അതിൻ്റെ റിവായത്തോ അതിൻ്റെ സനദുകളോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാറുണ്ടാവില്ല. ഈ ഒരു ദിക്ർ വളരെ പ്രബലമായ ദിക്റാണ്. അങ്ങാടിക്ക് ടൗണിലേക്ക് കയറാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷം തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കും, 10 ലക്ഷം നന്മകൾ അല്ലാഹു കൊടുക്കും, 10 ലക്ഷം സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കും. യാ അല്ലാഹ്, കതബല്ലാഹു ലഹു അൽഫ ഹസന. അൽഫ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, 10 ലക്ഷം ഹസനത്ത്. വമഹാ അൻഹു അൽഫ സയ്യിഅ, 10 ലക്ഷം തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വറഫഅ അല്ലാഹു ലഹു അൽഫ ദറജ, 10 ലക്ഷം സ്ഥാനം അല്ലാഹു ഉയർത്തി. ഒരു തവണ അങ്ങാടി കിടക്കുമ്പോൾ ചൊല്ലിയാൽ, ഡെയിലി രാവിലെ വൈകുന്നേരം 2 വട്ടം അങ്ങാടി പോകുന്നില്ലേ, ബൈക്ക് എടുത്തിട്ടും വണ്ടി എടുത്തിട്ടും നടന്നിട്ടൊക്കെ, അങ്ങാടിക്ക് കയറി സിദ്ധാപുരം ടൗണിലേക്ക് കയറുമ്പോൾ അങ്ങ് ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ കാരണം എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർത്ത് പിടിച്ച ദിക്റാണത്. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ, ഒരു നിമിഷം പോലും നരകത്തിൽ കടത്താതെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇന്ന് മരിച്ചുപോയവർക്കും മുഅ്മിനാത്തുകളും മുഹിബ്ബീങ്ങളും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മളെ ദുആയിൽ ഉൾക്കൊള്ളിക്കുന്ന, ഇൽമിൻ്റെ മജ്ലിസിൽ വന്നിരുന്നു പോയ ഒരുപാട് ഇൽമിൻ്റെ മജ്ലിസുകളിലും ഇതുപോലെ പല സദസ്സുകളും സിദ്ധാപുരത്തും നമ്മുടെ പരിസരങ്ങളിലും പല നാടുകളിലും പല വാഴൊക്കെ നടക്കുന്നില്ലേ, അവിടങ്ങളിലൊക്കെ വന്നിരുന്നു പോയവർ, വരണമെന്ന് കൊതിച്ചവർ, ഓൺലൈൻ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, പിന്നീട് കാണുന്നവർ, നമുക്ക് വേണ്ടി സഹായിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി ബക്കറ്റുമായി വന്നപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള നാണയത്തൊട്ടുകൾ, അല്ലാഹു ഇതൊക്കെ ചെയ്ത എല്ലാ മുഅ്മിനാത്തുകൾക്കും നന്മ ഖൈർ ഖൽബ് കൊണ്ട് നിയ്യത്ത് ചെയ്തവർക്കടക്കം അല്ലാഹുവേ ഒരു നിമിഷം പോലും നരകം തൊടാതെ ഞങ്ങളെയൊക്കെ നിന്റെ സ്വർഗത്തിലേക്ക് നിന്റെ മഹ്ലായ ഫضل കൊണ്ടും റഹ്മത്ത് കൊണ്ടും അല്ലാഹു നീ പ്രവേശിപ്പിച്ചു തരണമേ. ആബാഅന വമശായിഖന വദവീന വമൻ ലഹു ഹഖ്ഖുൻ വഫضലുൻ അലൈനാ വജമീഅൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി. നമ്മുടെ വളപട്ടണത്ത് റിയാസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുള്ള ചെറുപ്പക്കാരനാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളെ ഈ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. ക്യാൻസർ വന്നവരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതുപോലെ വേദന സഹിക്കാൻ പറ്റാതെ കാലിൻ്റെ ഒരു ഹിപ്പിന്
ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടൊരു ഓപ്പറേഷൻ ചെയ്തു ഡോക്ടർമാർ. ഹാർട്ട് ഫെയിലിയറാണ്, കിഡ്നിക്ക് പ്രശ്നമാണ്, ബ്ലഡും പ്രഷറും ഷുഗറൊക്കെ പ്രശ്നമാണ്. കണ്ണ് പെട്ടെന്ന് തലകറങ്ങി. നല്ല സുമുഖനായ നല്ല ചൊറുക്കുള്ളൊരു ചെറുപ്പക്കാരനാണ്, നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. 35 വയസ്സ് താഴെ പ്രായമുള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ ഒരു കാല് സ്വാധീനം 2 കൊല്ലം കൊണ്ട്, അയാൾ ദുബൈയിലായിരുന്നു, പെട്ടെന്ന് സംഭവിച്ചതാണ്. 2 കൊല്ലം കൊണ്ട് ഒരു കാല് പറ്റ സ്വാധീനം പോയി. ഒരു കാല് കൊണ്ട് വടി പിടിച്ച് റൂമിൽ നടക്കും, ഇടയ്ക്ക് വീണു പോയാൽ എല്ല് പൊട്ടും. എല്ല് പൊട്ടിയാൽ നന്നാക്കണമെങ്കിൽ ഹാർട്ടിന് പ്രശ്നമാണ്, ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് രാവിലെ വീണു എന്നാണ് അല്ലേ, ഇന്ന് രാവിലെ വീണു. യാ അല്ലാഹ്, പട്ടിണി കിടക്കുന്നൊരവസ്ഥയിൽ ആ മക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ, എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കാൻ ഭക്ഷണത്തിനില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഒരു കുടുംബം എത്തുകയും, ഇതുപോലെ ശാരീരിക അവശത, ഒരു ഭാര്യയും 2 കുഞ്ഞുമുള്ളൊരു ചെറിയ കുടുംബം, യൗവനം മാറിയിട്ടില്ലാത്ത യൗവനത്തിൽ നിൽക്കുന്നൊരു നല്ല ഈമാനുള്ള, ഇങ്ങോട്ട് നമുക്ക് ഉപദേശിച്ചു തരും, സാരമില്ല, അള്ളാഹു ഒരുപാട് റഹ്മത്ത് ചെയ്തില്ലേ, വീൽ ചെയറില്ലാതെ നടക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണം, വേദന സഹിക്കാൻ പറ്റുന്നില്ല, വേദനയ്ക്ക് 2 കൊല്ലത്തേക്കുള്ള വേദനയുടെ മരുന്ന് ഇപ്പോൾ ഡോക്ടർമാർ കൊടുത്തു കഴിഞ്ഞു, ഡോക്ടർമാർ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, നിങ്ങളുടെ ശരീരത്തിന് ഇതിലേറെ മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റൂല, ഇനി വേദനയ്ക്കുള്ള മരുന്ന് തരാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിക്കാൻ ഒന്ന് ആമീൻ പറയും മുഅ്മിനീങ്ങളെ. അല്ലാഹു ഞങ്ങളുടെ റിയാസ് എന്ന സഹോദരന് ശിഫ കൊടുക്കണേ റബ്ബേ, നീ ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ, അത്ഭുതകരമായി ശിഫ കൊടുക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ. പ്രത്യേകം ദുആയിരക്ക. ഞങ്ങളുടെ സുഹൃത്തുണ്ട് ദേർലഘട്ടയിലെ യാസർ, അവരുടെ ഉപ്പ അബ്ബാസ് ഹാജി ഒരു ചെറിയ സർജറി കഴിഞ്ഞ് ICUലാണ് ഇപ്പോഴുള്ളത്. അള്ളാഹു നീ വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു വിഷയം, നമ്മുടെ തൊയ്യബ് ഏസി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുണ്ട്, അള്ളാഹു അക്ബർ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്കൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ വാളുകളൊക്കെ അങ്ങനെ ദഅവത്ത് ചെയ്യുന്നൊരു സുഹൃത്താണ്. അവർ നാട്ടിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി റമദാൻ കിറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളിൽ നിന്ന് പൈസ സ്വരൂപിച്ച് ഒരുപാട് കുടുംബങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ഒരു മാസത്തേക്കും അതിലേറെയും കൊടുത്ത വലിയൊരു പ്രവർത്തനം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനമായി നൈജീരിയയിൽ എൻ്റെ സുഹൃത്ത് സയ്യിദ് ഹുദവി നാദാപുരം, ഡോക്ടർ സയ്യിദ് ഹുദവി, അദ്ദേഹം നൈജീരിയയിലെ യോബോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനാണ്. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ആളാണ് നൈജീരിയയിലെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, നൈജീരിയ എന്ന് പറയുന്നത് ഒരുപാട് മുസ്ലിമീങ്ങളുള്ള നാടാണ്, ഭക്ഷ്യക്ഷാമം. സയ്യിദ് ഹുദവി പറയാണ്, ഒരു ബിസ്ക്കറ്റ് കയ്യിൽ കണ്ടാൽ ആളുകൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണ് ഇപ്പോൾ. ഭക്ഷ്യക്ഷാമമാണ്, ഭക്ഷണമില്ല. മൃഗത്തിൻ്റെ തോല്, നമ്മളൊക്കെ ഇറച്ചി പോരാന്നല്ലേ പറയാ, മൃഗത്തിൻ്റെ തോല് കിട്ടിയിട്ട് എൻ്റെ രോമം കളഞ്ഞ് കഷ്ണങ്ങളായി വെച്ചിട്ട് അവർ കറി വെക്കുന്നത്, അതും 6 മാസം കൂടുമ്പോൾ ഒരിക്കലും ഇത് കിട്ടുള്ളവർക്ക്. അങ്ങനത്തെ നമ്മുടെ സഹോദരനോട് അവിടെ ഒരുപാട് മസ്ജിദ് സയ്യിദ് ഹുദവിയുടെ നേതൃത്വത്തിൽ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഹാഫിലീങ്ങളുണ്ട് അവിടെ. സ്ലൈറ്റിലും മരത്തിലും ചോക്ക് കൊണ്ട് എഴുതിയിട്ട് അവർ ഖുർആൻ പഠിക്കുക. പക്ഷേ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചൊരു സമൂഹമാണ്. അവിടെ നോമ്പ് തുറക്കാൻ എല്ലാ വർഷവും ചെറിയൊരു സഹായം ചെയ്യാറുണ്ട് നൈജീരിയക്കാർക്ക് വേണ്ടി. ഒരാൾക്ക് 100 രൂപയാണ്, ഇന്ത്യൻ്റെ 100 രൂപ കൊടുത്താൽ ഒരാൾക്ക് അയാളുടെ വീട്ടിന് സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റും. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ക്യാമ്പയിൻ ഞാൻ മൈക്കിലൂടെ പറയുന്നത്, ഓൺലൈനിലും അല്ലാതെയും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മുഴുവൻ ആളുകളും അടിയന്തരമായി ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ സമയം വൈകിപ്പോയി. ഈ റമദാനിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അദ്ദേഹം പറയാണ്, ഒരുപക്ഷെ ആ റമദാൻ കിറ്റിന് വേണ്ടി പിടിച്ചു പറയും അടിപിടി വരെ നടന്നേക്കാം. അത്രയും വിശന്ന് നടക്കുന്ന സമയമാണ് ആളുകൾ അവിടെ. എന്നാൽ പോലും പറ്റുന്ന മുഴുവൻ സ്ഥലങ്ങൾ അവിടെ ആഫ്രിക്കക്കാരായ നൈജീരിയൻസായ ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവരൊക്കെ സയ്യിദ് ഹുദവിയുടെ കൂടെ വർക്ക് ചെയ്യാൻ 100 കണക്കിന് ഗ്രാമങ്ങളിൽ, വാഹനം ചെല്ലാത്ത പൊടിപുരണ്ട ഇടങ്ങളിൽ, സഹാറ മരുഭൂമിയിൽ അദ്ദേഹം ചെന്ന് ചെയ്യുന്ന സേവനം അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചവനെ. നമ്മളെ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റൂല. സയ്യിദ് ഹുദവിയെ പോലെ അതുപോലെ ഒരുപാട് ഹുദവിമാർ, ഉസ്താദുമാർ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ, അസാമിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ദീൻ്റെ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കല്ല. നമ്മുടെ 2215 മദ്രസകൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു ഇന്ത്യയുടെ 14 സ്റ്റേറ്റുകളിലായിട്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളാണ്. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ അറിയിക്കുന്നത്, സയ്യിദ് ഹുദവിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഇഫ്താറിന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, അതുമായി ബന്ധപ്പെട്ട വല്ല ആഡോ ക്ലിപ്പോ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ അതിൽ കിട്ടുന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയിട്ട് ഈ റമദാനിൽ അടിയന്തരമായും
നമ്മുടെ സുഹൃത്തുക്കൾക്ക്, അവിടുത്തെ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കണം. ഇത് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പറ്റുന്നവരൊക്കെ അതിൽ സഹകരിക്കണം. അള്ളാഹുവേ, നീ അർഹമായ പ്രതിഫലം അതിന് കൊടുക്കണമേ തമ്പുരാനെ എന്ന് ആദ്യമായി ദുആയിരക്കണം. ഇവിടെ നിന്ന് ഒന്നും തരണ്ട, നിങ്ങളുടെ മുമ്പിലേക്ക് ആ വിഷയം എത്തുമ്പോൾ നിങ്ങളൊന്ന് സഹായിക്കണം. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ